وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഈ സംഗമത്തിലെ അധ്യക്ഷൻ MV സക്കരിയ സാഹിബ്, ആദരണീയനായ CP ഉമർ സുല്ലമി, ജമിയത്തുൽ മുജാഹിദീന്റെ നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ്. ഇസ്ലാഹി പ്രബോധന രംഗത്ത് എന്നും ഓർമ്മിക്കുന്ന ഒട്ടധികം മഹാന്മാർ ജീവിച്ച ഒരു പ്രദേശം. അവരുടെ പ്രബോധന ഫലമായി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എടുത്തുദ്ധരിക്കപ്പെടുകയും ആവേശപൂർവ്വം ഓർക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം. ഇവിടെ ഈ സംഘടിപ്പിച്ച പരിപാടിയിൽ തൗഹീദിന്റെ സന്ദേശം എന്ന വിഷയത്തിലൂടെ ഏതാനും ദിവസങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുകയും ഞാൻ ആദ്യമായി അത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഏതാനും മുൻകാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, വയലു പരമ്പരകൾ സംഘടിപ്പിക്കാറുണ്ട്. വളരെ ഉന്നതരായ പ്രബോധകന്മാർ വാഴ്വുകൾ അതിൽ പങ്കെടുക്കാറുണ്ട്. അന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനവും ഇതര പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. ആ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ആ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യുകയാണ് പതിവ്. അതിൽ നിന്ന് നല്ലതും ചീത്തയും ജനങ്ങൾ തിരിച്ചറിയാറാണ്, മനസ്സിലാക്കാറാണ്. വളരെ സ്പഷ്ടമായിരുന്നു അത്, വളരെ വ്യക്തമായിരുന്നു അത്. ആ വിഷയങ്ങൾ തന്നെ നാം പരിശോധിച്ചാൽ അത് നമുക്ക് തിരിച്ചറിയാം. അവിടേക്ക് തിരിച്ചു പോകണം എന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ഒരു 2 ദിവസമാണ് പ്രഭാഷണം ഒരു പ്രദേശത്ത് സംഘടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാന്ദർഭികമായ കാര്യങ്ങൾ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആ സന്ദർഭത്തിനനുസരിച്ച് എന്തെങ്കിലും ഉപദേശിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഒത്തുചേരുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടത് അവരുടെ മുന്നിൽ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ വിഷയം തിരഞ്ഞെടുക്കേണ്ടത് ആദ്യമായി പ്രഥമമായി തൗഹീദാണ്. ആ ഒരവസ്ഥയിലേക്ക് നാം തിരിച്ചു പോകണം. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രഭാഷണങ്ങൾ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന സൂചനയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. സംഘടനയെയും പ്രസ്ഥാനത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ പറയട്ടെ, അത് വിരോധമില്ല. അത് സ്വാഭാവികമായി ഒരു സംഘടിതമായ ശക്തിയെ നിലനിർത്തുന്നതിന് വേണ്ടി, അതിന്റെ തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് വേണ്ടി, അതിലേക്ക് ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി അനിവാര്യമാകാം. പക്ഷേ പ്രബോധനത്തിലെ ഊന്നി നിൽക്കേണ്ട വിഷയം ഏതാണ്? അവിടെ വന്നെത്തിയ, യാദൃച്ഛികമായി വന്നെത്തിയ ഒരാൾക്ക് എന്ത് വിഷയമാണ് അയാൾക്ക് സുതാര്യമായി തിരിച്ചറിയേണ്ടത്? അത് തൗഹീദാണ്. സ്വാഭാവികമായി നമ്മുടെ മുൻഗാമികൾ വിഷയം നിർണയിച്ചെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക.
തൗഹീദും ശിർക്കുമായിരുന്നു ഒന്നാമത്തെ ദിവസം ചർച്ച ചെയ്തിരുന്നത്. അനന്തരം മുൻഗണനാക്രമത്തിൽ തന്നെ കഴിഞ്ഞ തലമുറയുടെ വയലുകളുടെ നോട്ടീസുകൾ ഓർമ്മയുള്ളവർ നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രായമായ തലമുറകളോട് ചോദിക്കുക. എന്തെങ്കിലും ആളുകളെ ആശയക്കുഴപ്പമാകുന്ന തലക്കെട്ടുകളൊന്നുമല്ല. വളരെ പേർക്ക്, കേൾക്കുന്നവർക്ക്, പറയുന്നവർക്ക് എല്ലാം വ്യക്തമായ ആശയങ്ങൾ. തൗഹീദും ശിർക്കും, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്. ഇതിൽ ഈ സമൂഹത്തിൽ തൗഹീദിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വസ്തുതകൾ എന്തെല്ലാമാണ്, ശിർക്ക് എന്തെല്ലാമാണ്. ഓരോ പ്രദേശത്തും ശിർക്ക് വ്യത്യസ്തമാണ്, തൗഹീദ് ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ മനുഷ്യൻ മുതൽക്ക് ലോകത്ത് തൗഹീദിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ശിർക്ക് കാലാകാലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഇലാഹുകൾ കടന്നു വന്നിട്ടുണ്ട്. അത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അതിന് വിശദീകരിക്കേണ്ടതായും വന്നിട്ടുണ്ട്. എന്നാൽ തൗഹീദിനെ വിശദീകരിക്കേണ്ടത് അത് ഒന്ന് തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും. തൗഹീദും ശിർക്കും ഞാൻ ഇന്നും ഓർക്കുന്നു. എനിക്ക് ഹിദായത്ത് ലഭിച്ചത് ഒരു നിമിത്തം ഉണ്ടാകുമല്ലോ, എല്ലാറ്റിനും ഒരു സന്ദർഭം ഉണ്ടാകുമല്ലോ. മഹാനായ സെയ്ദ് മൗലവി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം യാദൃച്ഛികമായി ഞാൻ കേട്ടതാണ് എനിക്ക് പരിവർത്തനമുണ്ടായത്. പിന്നീട് സെയ്ദ് മൗലവിയുടെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിൽ സഞ്ചരിക്കുക, എമ്പാടും നടന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രശ്നമുണ്ടെന്ന് കേൾക്കുമ്പോൾ പോവുകയും അത് കേൾക്കുകയും ചെയ്യാം. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അതിൽ നിന്നും ഒന്നും കളയാനുണ്ടാവുകയില്ല, ഒഴിവാക്കാനുണ്ടാവുകയില്ല. തൗഹീദിനെ ഇത്ര സുതാര്യമായി വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ച ഒരു പണ്ഡിതൻ, ഞാൻ അദ്ദേഹത്തെ വളരെയധികം, അദ്ദേഹത്തിന്റെ മഹഫറത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പരലോക പുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെ ഞാൻ ഓർക്കുകയാണ്. 2 ദിവസം അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ആദ്യം അതൊരു പശ്ചാത്തലമാണ്. 2ാമത്തെ ദിവസമാണ് വിഷയത്തിലേക്ക് കിടക്കുക. ആ തൗഹീദിന്റെ അദ്ദേഹത്തിന്റെ അവതരണം അത് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെ മനസ്സും ചലിക്കും, ചിന്തിക്കും. 2 അവസ്ഥയേ ഉണ്ടാവുകയുള്ളൂ. ഒന്ന്, ആ സത്യം തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുക. മറ്റൊന്ന്, ധിക്കാരപൂർവം തന്റെ വിശ്വാസത്തിന് വേണ്ടി ഈ തൗഹീദിന്റെ ആശയങ്ങളെ എതിർക്കുക. ഈ 2 അവസ്ഥയല്ലാതെ തിരിച്ചറിവില്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. പിന്നെ 2ാമത് വിഷയം തെരഞ്ഞെടുക്കും. 2ാമത്തെ ദിവസം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സുന്നത്തും വിജാത്തുമായിരിക്കും. നാം ഓർക്കണം, കുറെ വാചകങ്ങളെ കൊണ്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും നിലക്കുള്ള ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളല്ല ഈ വിലപിടിച്ച സമയത്ത് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനമാണ് അതിന് വഴിത്തിരിവുണ്ടാക്കിയത്. മറ്റു ബാധിരാ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയുന്നവനും അത് സംഘടിപ്പിക്കുന്നവർക്കും പണം ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമെല്ലാം പറഞ്ഞു, കുറെ കഥകൾ പറഞ്ഞു, കുറെ കിസ്സകൾ പറഞ്ഞു. ഒരായത്തും ഹദീസ് പോലും ജനങ്ങളെ പഠിപ്പിക്കാതെ ആ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഈ മാറ്റം വരുത്തിയത്. ആ മാറ്റത്തിൽ വിഷയങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ കാണിച്ച കണിശത വീണ്ടും ദഅവത്തിന്റെ രംഗത്തേക്ക് തിരിച്ചു വരണം. നാം ശക്തമായി അത് കൊണ്ടുവരണം. ഇപ്പോൾ നാം ഏറെക്കുറെ നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം എന്നുള്ള നിലക്ക് നാം അങ്ങനെ തന്നെ വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സുന്നത്തും വിദഅത്തും സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് അത് ജനങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് ഇന്ന് സമൂഹത്തിലുള്ള അതിന് വിരുദ്ധമായിട്ടുള്ള വിദഅത്തുകൾ എന്താണ്, നബിക്ക് ശേഷമുണ്ടായ അത്തരം കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം. അതും വളരെ സുതാര്യമാണ്. ആ കാര്യങ്ങൾ സുന്നത്തും വ്യക്തമാണ്, വിദഅത്തും വ്യക്തമാണ്. അത് സമൂഹത്തിൽ
ധരിപ്പിക്കുക എന്നല്ലാതെ ആരെയും ഒരു സമ്മർദ്ദത്തിന് വിധേയമാക്കി ആശയത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ 10,000-ങ്ങൾക്ക് മാറ്റമുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നീട് ഓരോ സന്ദർഭങ്ങളിലെയും അതിന്റെ പ്രാധാന്യമനുസരിച്ച് മുഅ്ജിസത്തും കറാമത്തും, ഒരുപാട് കറാമത്തുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ശിർക്കിലേക്കുള്ള ഒരുപാട് വഴികൾ, കവാടങ്ങൾ തുറന്നിരുന്നത് കറാമത്തുകളും മുഅ്ജിസത്തുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള അവതരണമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ആ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവതരിപ്പിക്കാറുള്ളത്. ഈ മുഅ്ജിസത്ത് ഏതൊരു പ്രവാചകനിലൂടെ വരുന്നുവോ ആ പ്രവാചകനടക്കം അതിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇങ്ങനെ സാർത്ഥമായ പ്രഭാഷണങ്ങളാണ് നടന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ സാന്ദർഭികമായി മനുഷ്യനെ ബോധവൽക്കരിക്കേണ്ട സന്ദർഭം ജുമഅയുടെ ഖുതുബയെ സംബന്ധിച്ച് വിഷയങ്ങളുണ്ടാകും. അന്ന് ഖുതുബ പരിഭാഷ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഖുതുബ മാതൃഭാഷയിലായിരിക്കണമെന്നുള്ള ആശയത്തിലേക്ക് വ്യക്തം പരിഭാഷ പാടുണ്ടോ പാടില്ലേ എന്ന തർക്കം ആയിരുന്നു കുറെ നിന്നിരുന്നത്. കാരണം അന്ന് പരിഭാഷപ്പെടുത്തുന്ന കുറെ പള്ളികളുണ്ടായിരുന്നു. പ്രസിദ്ധമായ മീഞ്ചന്റെ പ്രമേയത്തിന് മുമ്പ് സുന്നി പള്ളികളിൽ തന്നെ ധാരാളമായി നബാത്തിയ ഖുതുബ പരിഭാഷപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ മാതൃഭാഷയിലാണത് നടത്തേണ്ടതാണ് പ്രവാചകന്റെ സുന്നത്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ജുമുഅ ഖുതുബ എടുത്തിരുന്നു. അതേ പ്രകാരം നമ്മുടെ സ്ത്രീകൾ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നിഷിദ്ധമായിരുന്നു. അത് അവരുടെ നേരെ കുത്തിയടക്കപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായി സ്ത്രീകൾക്ക് പള്ളിയുമായി എത്രമാത്രം ബന്ധപ്പെടാവുന്നതാണ്, എന്താണ് അതിന്റെ പരിമിതികൾ, ഏതെല്ലാം നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന സമൂഹത്തെ സ്ത്രീകളുടെ ജമാഅത്തിനെ സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന വിഷയമായിരുന്നു പറഞ്ഞിരുന്നത്. ഇങ്ങനെ ശരിക്കും ഒരു മുൻഗണനാക്രമത്തിൽ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നാം ചെയ്ത ത്യാഗം വളരെ വലുതാണ്. മുജാഹിദ് പ്രസ്ഥാനം, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രബോധനം ഒരിക്കലും അതിന്റെ ആവശ്യകത അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് തൗഹീദിന്റെ ആശയം അത് ഒരു മാറ്റവുമില്ലാതെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഇതിന്റെ പ്രവാചകന്മാർ വീണ്ടും വീണ്ടും പറയേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? ഓരോ കാലഘട്ടത്തിലും അവരിൽ നിന്ന് പ്രവാചകന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്തത്. അന്ത്യപ്രവാചകന് എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകി ഈ സമൂഹത്തിന്? ഇനി പ്രവാചകന് ഇല്ലെങ്കിലും ഈ ദൗത്യം നിങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ഹാജരുള്ളവരില്ലാത്തവർക്ക് ഈ ദൗത്യം എത്തിക്കണം. അതിൽ നിങ്ങൾക്ക് അവലംബമായി സ്വീകരിക്കാനുള്ളത് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയുമാണ്. നിങ്ങൾക്ക് ഒരിക്കലും യാതൊരു വിധത്തിലുള്ള വിഷമവും നിങ്ങൾക്കുണ്ടാവുകയില്ല. എന്തഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിനേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത് എന്നും ഉപദേശിച്ച് ആ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ നാം ഒരുപാട് ശ്രമിക്കേണ്ടി വന്നു. നമ്മുടെ മുൻഗാമികൾ ചെയ്തതും പറഞ്ഞതും അതിനെ അന്ധമായി അനുകരിക്കുക എന്ന സാധാരണ മറ്റു മതങ്ങൾക്ക് സംഭവിച്ചതുപോലെ മുജാഹിദുകൾക്കും മുസ്ലിമീങ്ങൾക്കും സംഭവിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയത് യാഥാർത്ഥ്യമായി വന്നു. ആ സന്ദർഭത്തിലാണ് ഈ തെറ്റായ വിശ്വാസത്തെ, ഈ അന്ധമായി അനുകരിക്കുന്ന സ്വഭാവത്തിനെതിരിൽ, തഖ്ലീദിനെതിരിൽ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെയാണ്. ആ പ്രമാണങ്ങൾ എന്താണ്? കിതാബുല്ലാഹി സുന്നത്തുർ റസൂൽ, ഈ പ്രവാചകൻ പറഞ്ഞതാണ്. നമ്മിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ നാം അവലംബിക്കേണ്ടത് അതെന്തുമാണ്? ഈ രണ്ടിനെ സംബന്ധിച്ചുള്ള ധാരണ ഇവിടെ എന്തായിരുന്നു? സാന്ദർഭികമായി ഞാൻ ഓർമ്മിക്കട്ടെ, ഈ പ്രദേശം, ഈ ധന്യമായ അനുഗ്രഹീതമായ പ്രദേശം മഹാനായ NV അബ്ദുസ്സലാം മൗലവി റഹ്മത്തുള്ളാഹ്, ആ മഹാനായ പണ്ഡിതനെ കുറിച്ച് ഓർക്കാതെ ഇതിന്റെ ചരിത്രം പൂർത്തിയാവുകയില്ല. ഇവിടെ ജമിയത്തുൽ മുജാഹിദീന്റെ മാത്രമല്ല, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്ത് ഇത്രയേറെ പരിഷ്കരണവും പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയ ബഹുമുഖ വിജ്ഞാനമുള്ള ആ മഹാനായ ആ പണ്ഡിതനെ ഓർക്കാതെ നമുക്ക് സാധ്യമല്ല.
NV അബ്ദുൽസലാം മൗലവിയാണ് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വഴിത്തിരിവുണ്ടാക്കിയത്. അദ്ദേഹമാണ് ആധുനിക വിദ്യാഭ്യാസം, ഭൗതികമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന വിജ്ഞാനം ഇസ്ലാമിന്റെ വിജ്ഞാനം. അതിനെ മൊത്തത്തിൽ കണ്ട് ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന്, സമുദ്ധരിക്കുന്നതിന് ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടും വീക്ഷണവും ഉണ്ടാകണം എന്ന നിലക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത്. കേരള നജുമത്തുൽ മുജാഹിദിന്റെ ശില്പികളിൽ ഈ സംഘടനയുടെ അതിനെ ഏറ്റവും ശക്തമായി നിലവിൽ വരുമ്പോൾ അദ്ദേഹത്തെ അതിന്റെ ജനറൽ സെക്രട്ടറിയായി ആയിരുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ ഓർക്കണം. NV അബ്ദുൽസലാം മൗലവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത ഈ തലമുറക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ തലമുറക്ക് ആധുനിക തലമുറക്ക് നഷ്ടപ്പെട്ടു പോയത് കഴിഞ്ഞ കാല നേതാക്കളെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ലായ്മയാണ്. അവർ എങ്ങനെയാണ് അവർ ത്യാഗങ്ങൾ വരച്ചത് എന്നതിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. എല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ രക്തസാക്ഷിത്വം പോലും വഹിക്കാൻ തയ്യാറായി നീങ്ങിയ മഹാരഥന്മാരെ സംബന്ധിച്ച് വെറുതെ പറയാനുള്ളതല്ല, അവരുടെ ജീവിതത്തെ കുറിച്ച് നാം ഓർക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിന്റെ ശൈലി നിങ്ങൾ നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏതൊരു സന്ദർഭത്തിൽ മാനസികമായ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടുന്നുവോ അന്നേരമെല്ലാം വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം ഉദ്കുർ ഫീ കിതാബി നൂഹ്, ഉദ്കുർ ഫീ കിതാബി ഇബ്രാഹിം, ഉദ്കുർ ഫീ കിതാബി ഇസ്മാഈൽ തുടങ്ങി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓരോ പ്രവാചകരെയും എടുത്തുകൊണ്ട് ആ ചരിത്രം ഓർക്കാനും, അവരുടെ ജനനമരണ ചരിത്രമല്ല, അവർ ആദർശ രംഗത്ത് വടവരുതി അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത് നിങ്ങൾ. ഖുർആനിൽ 25 പ്രവാചകന്മാരെ എടുത്തുദ്ധരിച്ചത് മുഴുവൻ അവരുടെ മക്ബറ എവിടെയാണ് എന്ന് പറയാനല്ല, അവർ ജനിച്ച തീയതി പറയാനല്ല, മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ അവർക്ക് അധികാരമുണ്ടായിരുന്നുവോ ഇല്ലേ എന്ന് പറയാനല്ല. തൗഹീദുമായ അവരുടെ പ്രബോധനം, ആ രംഗത്ത് അവർ നേരിടേണ്ടി വന്ന പരീക്ഷണം, അല്ലാഹുവിന്റെ സഹായം ആരുടെ കൂടെ ഉണ്ടായി, അല്ലാഹു ആരെ നശിപ്പിച്ചു, ലോകത്ത് സഞ്ചരിക്കാൻ നമ്മോട് പറഞ്ഞവനാണ്, ആരെല്ലാം നശിപ്പിച്ചു, ആ നാശത്തിന്റെ അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞകാല പ്രവാചകന്മാരെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നത് പോലെ അതിന്റെ തുടർച്ചയെന്നാണ് പ്രവാചകന് ശേഷം സഹാബത്തിന്റെയും പിന്നീട് താബിഈകളുടെയും താബിഈകളുടെയും എല്ലാം ചരിത്രങ്ങൾ തുടർന്ന് പിന്നീട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിലെ ഉന്നതരായ നമ്മുടെ നേതാക്കന്മാർ, അവരുടെ ചരിത്രം ഈ തലമുറക്ക് പഠിപ്പിക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ ദഅവത്തിന്റെ രംഗത്ത് അനിവാര്യമായി ഓർമ്മിക്കേണ്ട വസ്തുതയാണ് എന്ന് ഞാൻ പറയാം. ഇത് നാമെല്ലാം മറക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാതലായ ദൗത്യം അത് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ തന്നെയാണ്. അത് ആർക്കും വേണ്ടിയല്ല, നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. നാം പരലോകത്ത് രക്ഷപ്പെടാനാണ്, നമുക്ക് സ്വർഗം ലഭിക്കാനാണ്, അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. അങ്ങനെ അതിന് വേണ്ടി മാത്രം നമ്മുടെ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിങ്ങൾ നോക്കണം, ഇവിടെ ഇപ്പോൾ മത്സരമാണ് നടക്കുന്നത്. ഭൗതികമായ സുഖത്തിന്, ആസ്വാദനത്തിന്, അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, വീട് വീണ്ടും വീണ്ടും പൊളിച്ചു നന്നാക്കുന്നതിന്, ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇത് ഒരു മത്സരത്തോടുകൂടെ നടക്കുന്നു. ഒരു നിമിഷം നാം മരിച്ചു പോകുന്നു. പരലോകത്ത് ചിന്തിക്കാൻ, നമ്മുടെ വിശ്വാസം സംസ്കരിക്കപ്പെടാൻ, അല്ലാഹു സ്വീകരിക്കുന്ന വിശ്വാസത്തിൽ നാം മരിക്കാൻ ഒന്നും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, നമുക്കതിന് ദുആ ചെയ്യാൻ സമയമില്ല, നമുക്കതിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയും ഉൾക്കൊള്ളാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, സൗകര്യമില്ല. ഈ ഒരവസ്ഥയിൽ നമ്മുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു മുൻഗാമികൾ നടത്തിയിരുന്നത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണം. NV അബ്ദുൽസലാം മൗലവിയെ സംബന്ധിച്ച് ലക്ഷം തവണ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അനുസ്മരിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അദ്ദേഹത്തിന്റെ പേര് പറയാത്ത ഒരു പ്രഭാഷണം ഉണ്ടാവുകയില്ല, അദ്ദേഹത്തിന് വേണ്ടി മഹോത്സവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാവുകയില്ല. അത്ര ശക്തമായിട്ടാണ് മഹാനായ മക്കം അബ്ദുൽ ഖാദർ മൗലവി മുതൽക്ക് KM മൗലവി റഹ്മത്തുള്ളാഹി തുടങ്ങി ആ മഹാന്മാരായ പണ്ഡിത ശൃംഖല
ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങളുടെ മുന്നിൽ അവരുടെ ചരിത്രവും അവരുടെ മഹത്തായ പ്രവർത്തനങ്ങളും അവരുടെ ദൗത്യവും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഇസ്ലാം മൗലവി ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അടുത്ത തലമുറക്ക് അത് മറക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശരീരം സംബന്ധിച്ച് അറിയണമെങ്കിൽ വീണ്ടും നാം അത് പഠിപ്പിക്കുക തന്നെ വേണം. ഞാൻ ഇന്നും ഓർക്കുന്നു, വിശുദ്ധ ഖുർആനെ നിങ്ങൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ഖുർആനെ ക്ലാസ്സിലാക്കി എന്ന് പരിഹസിച്ച ഇന്നും അത് പലരും പറയാറുണ്ട്. ഖുർആനെ ക്ലാസ്സിലാക്കി അവർ ഖുർആൻ ക്ലാസ്സിനെ പരിഹസിച്ചതാണ്. ഈ ഖുർആൻ ക്ലാസ് മാതൃകാപരമായി കേരളത്തിന് പരിചയപ്പെടുത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിനല്ല, കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മഹാനായ NV അബ്ദുസ്സലാം മൗലവിയാണ്. NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ്സാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യൻ എങ്ങോട്ട് മടങ്ങണം, ഫറുദ്ദൂഹു ഇലല്ലാഹ് എന്നുള്ളതിന്റെ വ്യാഖ്യാനമായി കിതാബുല്ലാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞ അല്ലാഹുവിന്റെ കിതാബ് അത് കെട്ടി പൂട്ടി പൊതിഞ്ഞ് തുടരണമെങ്കിൽ ഒന്നുവെച്ച് നാളികെ മാറ്റിവെച്ച് വളരെ മുകളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ആ ഖുർആനെ പൊടിതട്ടിയെടുത്ത് അത് തുറന്ന് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, ജനങ്ങൾക്ക് അതിന്റെ ഉൾക്കനം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘമായ കാലഘട്ടം അതിന്റെ ഇടയിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന് ഏറ്റവും ശക്തമായ തുടക്കം കുറിച്ചത് NV അബ്ദുസ്സലാം മൗലവിയാണ്. ഞാനിന്ന് ഓർക്കുന്നു, 962 എത്ര കൊല്ലം അതിന്റെ ഇടയിൽ കൂടെ കൂട്ടണ്ട, എത്ര കൊല്ലം 962 ഞാൻ ഓർക്കുന്നു. ഇത് പറയുന്നത് വേപ്പയൂരിൽ കുട്ടിയായിരുന്നു, ഞാൻ കുട്ടിയെ വളരെ ചെറുപ്പം പഠിക്കുന്ന കാലത്താണ്. അവിടെ ഒരു രാഷ്ട്രീയ യോഗത്തിൽ, മേപ്പയൂരിൽ ഒരു യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി മഹാനായ PB അബ്ദുൽ ഗഫൂർ മൗലവി റഹ്മുല്ല, അതേ പ്രകാരം NV അബ്ദുസ്സലാം മൗലവി റഹ്മുല്ല തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ ആ നേതാക്കളോടൊപ്പം അന്ന് കുട്ടിയായി ആവേശത്തോടുകൂടെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ അബ്ദുൽ ഗഫൂർ മൗലവി കൂട്ടിക്കൊണ്ടുപോയതാണ്. അന്ന് രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കാനാണ്. അത് കഴിഞ്ഞപ്പോൾ AV അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിൽ വെച്ച് അബ്ദുസ്സലാം മൗലവിയുടെ ഒരു ഖുർആൻ ക്ലാസ് എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ വലിയ അനുഭവമായിരുന്നു അത്. നേരത്തെ സയ്യിദ് മൗലവിയുടെ പ്രഭാഷണം ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ അനുഭവമായിരുന്നു അത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആയത്തുകൾ ഓതിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഈ രാഷ്ട്രീയ പ്രതിയോഗം കഴിഞ്ഞതിന് ശേഷം AV അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഒത്തുചേർന്നിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഖുർആനിന്റെ വശ്യത, അത് ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കണം എന്ന് ആ കുട്ടിക്കാലത്തിന്റെ മനസ്സുണ്ടായി. ആ ഖുർആൻ ക്ലാസിന്റെ തുടക്കം അത് നിരന്തരമായി എവിടെ ചെന്നാലും അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് ഉണ്ടാകും. ആ ഒരവസ്ഥ എല്ലാവരും അനുകരിക്കുകയും ഖുർആൻ ക്ലാസ് നമ്മുടെ പ്രബോധനത്തിന്റെ പ്രാഥമികമായ ഘട്ടമായി അംഗീകരിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ശാഖകളിൽ ഖുർആൻ ക്ലാസ് സജീവമായി. ഇവർക്ക് വെപ്രാളമുണ്ടായി. ഇതിന്റെ ശത്രുക്കൾ അതിനെ വളരെ പരിഹസിക്കാൻ തുടങ്ങി. ഖുർആൻ ക്ലാസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഖുർആൻ ക്ലാസുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികൾ സമൂഹത്തിൽ ഉറച്ചു നിൽക്കാൻ അതിന് നിമിത്തമായത്. ഈ സമൂഹത്തെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്നവരെ വീണ്ടെടുത്ത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും കൊണ്ടുവരാൻ ഖുർആന് കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ. സുന്നത്ത് സ്വീകരിക്കാൻ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങളെ അവരെ പഠിപ്പിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഖുർആനും സുന്നത്തും അതാണ് പ്രമാണങ്ങളെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ തന്നെ ദഅവത്തിന്റെ മാർഗങ്ങൾ കൊണ്ടുപോകണം. വിശുദ്ധ ഖുർആൻ എനിക്കറിയാം, ഞാൻ ഓതി പഠിക്കുന്ന കാലം കുറെ കൊല്ലങ്ങൾ മദ്രസയിൽ ഓതി പഠിച്ചിട്ടും ഒരു തഫ്സീർ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഖുർആൻ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ വളരെ ഉയർന്ന തരത്തിൽ അന്നത്തെ ഫത്വൽ മുഈനും
മിഷ്കാത്തും അതേ പ്രകാരം അതിനപ്പുറത്ത് മഹല്ലിയും കല്ലും അതൊക്കെ പറയുന്ന കാലഘട്ടത്തിലും ഖുർആൻ ജലാലൈനി അല്ലാതെ അത് തന്നെ എന്റെ വാക്കർത്ഥങ്ങൾ അതിനെ ഘടിപ്പിക്കുന്ന ഗ്രാമറിന്റെ വ്യാകരണ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ജലാലൈനി അല്ലാതെ ഒന്നും ഒരാൾക്ക് പഠിക്കാൻ സാധ്യമല്ല. ആ ഖുർആന് വ്യാഖ്യാനമെന്നോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെന്ന് സുന്നത്തുകളിലൂടെ ഖുർആനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ പഠിക്കാൻ ഒരവസരം ആർക്കും ലഭിക്കുമായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ പഠന സമ്പ്രദായം. ഹദീസാവട്ടെ വളരെ ശൂന്യമായിരുന്ന അതിന്റെ പഠന വ്യവസ്ഥയിൽ ഒരു മിഷ്കാത്തുൽ മസാബി എന്നാണ് വിശദീകരിച്ചിട്ടുണ്ട്. അത് വയലിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതാനും ഹദീസുകൾ പഠിക്കുമെന്നതിൽ കവിഞ്ഞ് മനുഷ്യ ജീവിതത്തിലെ മാർഗദർശനം നൽകുന്ന സുന്നത്തിലെ ആ അപാരമായ ഇൽമ് ഒന്നും അന്ന് ലഭിച്ചിരുന്നില്ല. പണ്ഡിതന്മാർക്കടക്കം വയലിന്റെ മുമ്പിൽ ഓടാനൊരായത്തും അതിന്റെ കൂടെ പറയാനൊരു ഹദീസും അതോടൊപ്പം ഒരു ബൈറ്റും ചൊല്ലി നടത്തിയിരുന്ന വയലിന്റെ പകരം ആയത്തുകൾ ചുരുതിരെ ഓടിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവരെ ബോധവൽക്കരിക്കുന്ന പ്രബോധനം മുജാഹിദ് പ്രസ്ഥാനമാണ് ഉണ്ടാക്കിയത്. ചുരുതിരയുടെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു അബ്ദുസ്സലാം മൗലവി. അവിടെ അങ്ങോട്ടുള്ള ചരിത്രങ്ങൾ നോക്കൂ, ഞാൻ ചുരുക്കുകയാണ്. CP-യുടെ പ്രഭാഷണം വരുന്നു. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇതിലേക്ക് നാം തിരിച്ചു പോകണം. നമ്മുടെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ, നാം ഈ തലമുറയെ പഠിപ്പിക്കേണ്ടതിൽ ഏതെല്ലാമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്, ഏതെല്ലാമാണ് മുൻഗണനാ ക്രമത്തിൽ നാം ചെയ്യേണ്ടത് എന്നനുസരിച്ച് നാം ബോധവാന്മാരാകണം. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിൽ ഒരു കണ്ണിയായാൽ അവന് പരലോകത്ത് മോചനം ലഭിക്കും. ഈ ഒരു ബോധമാണ് ഉണ്ടാക്കേണ്ടത്. എന്നാലാണ് ശിർക്ക്, അത് ശിർക്കാണെന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാവുകയുള്ളൂ. ശിർക്കല്ല എന്ന് ന്യായീകരണം ഒരിക്കലും ഒരാളിൽ നിന്ന് വരികയില്ല. ശിർക്കല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളൂ? ശിർക്കാണ് എന്നതിനാണ് സമർത്ഥനം. ശിർക്കാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ മുന്നറിയിപ്പാണത്. അത് സംശയമുള്ള, എന്ത് തരത്തിലും അതിന് നിമിത്തമാകുന്ന, കാരണമാകുന്ന, വസീലമാകുന്ന ഒരു കാര്യവും എന്ത് ന്യായീകരണം പറഞ്ഞാലും അതിലേക്ക് അടുക്കാൻ, അതിനെ ന്യായീകരിക്കാൻ, അതിനു വേണ്ടി ജീവിതം നീക്കിവെക്കാൻ ആർക്കും ധൈര്യം വരികയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ തൗഹീദ് ഏതെല്ലാം കാലഘട്ടങ്ങളിൽ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ പരീക്ഷണത്തിന് അത് ഉൾക്കൊള്ളുന്ന മുവാഹിദുകളുടെ മനസ്സുകളിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിനുള്ള ഏത് ശ്രമങ്ങൾ ഉണ്ടായാലും വളരെ ശക്തമായി മുൻഗാമികൾ ചെയ്തതുപോലെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഇതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. മുജാഹിദുകളുടെ ദൗത്യം അതാണ്. അതിനപ്പുറമൊന്നുമില്ല. നാം മാത്രമേ, നമ്മുടെ സ്റ്റേജിൽ നിന്ന് മാത്രമാണ് ഇത് കേൾക്കുന്നത്. തൗഹീദിലേക്കുള്ള ആഹ്വാനം, ശിർക്കിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്, എത്ര സംഘടനകൾ ഇവിടെയുണ്ട്, എന്തെല്ലാം ദഅവത്തുകൾ നടക്കട്ടെ. അതൊക്കെ ആ വശത്തിൽ അതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ശിർക്ക് വരാതിരിക്കാൻ അതിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നിരന്തരമായി പ്രബോധനം ചെയ്യാൻ അതിന് നാം മാത്രമാണ് ഈ പ്രബോധന രംഗത്ത് നിലവിലുള്ളത്. അത് എന്തൊരു സാഹചര്യത്തിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. മറ്റൊരു കാര്യം, വിജ്ഞാനത്തിലൂടെ, വൈജ്ഞാനികമായ പുരോഗതിയിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് വളരാൻ സാധിക്കൂ എന്ന് ഖുർആനിലൂടെ നാം പഠിച്ചതാണ്. ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. ആ മാർഗം സ്വീകരിച്ചതാണ് അബ്ദുസ്സലാം മൗലവിക്ക് കാരണമായി അദ്ദേഹം ഉൾക്കൊണ്ട ആ കാരണത്തിലൂടെയാണ്. ഇത് ദഅവത്ത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് അതിന് പര്യാപ്തമായ ദർശനം, അതിന് ആവശ്യമായിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോ പണ്ഡിതരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇന്നത്തെ നാം ഓരോരുത്തരും നമ്മുടെ നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം. മുൻകാലത്തുണ്ടായിരുന്ന നമ്മുടെ മഹാരഥന്മാരെ പേരുകൾ നാം എണ്ണുന്നു. മഹാനായ കെ മൗലവി, അതേ പ്രകാരം മഹാന്മാരായ EK മൗലവി, അലവി മൗലവി, MCC അബ്ദുൽ ഇമാം മൗലവി, അതേപോലെ MD അബ്ദുസ്സലാം മൗലവി, ഇങ്ങനെ ഓരോരുത്തരെ ഓർക്കുമ്പോഴും അവരോടൊപ്പം ഓരോ നാട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വന്നിരുന്നു.
ശരിക്കും അവിടെ പഠിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അവരുടെ ഭൗതിക ജീവിതത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള വിജ്ഞാനങ്ങൾ, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുത്ത പ്രസ്ഥാനങ്ങളായി അവർ മാറി. ഓരോരുത്തരെയും നിങ്ങൾ നോക്കൂ. ഇന്ന് അറിയപ്പെടുന്ന മുഴുവൻ സ്ഥാപനങ്ങളും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും എടുത്തു നോക്കൂ. ഈ മഹാന്മാരായ ഓരോ വ്യക്തിയുമായി, പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവർ വരുത്തിയ മാറ്റങ്ങളാണ്. കാലാകാലങ്ങളിൽ അത് നിലനിൽക്കുന്നിടത്തോളം, ആ വിജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം പരലോകത്ത് മരണശേഷവും അവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച കാര്യമാണത്. ആ നിലക്കുള്ള ഈന്യായ അടിത്തറയുണ്ടാക്കുകയും അടുത്ത തലമുറക്ക് അത് ലഭിക്കുന്നതിന് ആവശ്യമായ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുക എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഒരു മദ്രസയിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം എല്ലാ പ്രദേശങ്ങളിലും അവിടെ ഒരു പൂർണ്ണമായി ഏറെക്കുറെ ആ മഹല്ലിലെ ആളുകൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും വിജയിക്കാനും പറ്റാവുന്ന സ്ഥാപനങ്ങൾ വരണം. ഈ മഹാന്മാരെ നാം ഓർക്കുന്നത് അങ്ങനെയാണ്. മറ്റൊരു കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സമുദായത്തെ നാം കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? അന്ധവിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്കാണ്. അനാചാരത്തിൽ നിന്ന് യഥാർത്ഥമായ പ്രവാചക ചര്യയിലേക്കാണ്. അത് ഇനി തിരിച്ചു പോകാൻ പറ്റുകയില്ല. അന്ധവിശ്വാസങ്ങളെ ഏതൊരു സമയത്തും പുതുമയോടെ പിശാചിന്റെ മാർഗത്തിൽ നിന്ന് അവതരിപ്പിക്കും. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതേ പ്രകാരം പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികൾ പുതുതായി ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സമൂഹത്തിന്റെ മുന്നിൽ അത് എടുത്തു പറയുവാനും വേരോടെ അത് പിഴുതെറിയുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് ഈ കൈകാര്യം ചെയ്യപ്പെടുന്ന ദുർബലമായ ഹദീസുകൾ, ആ ദുർബലമായ ഹദീസുകളിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ഖുറാഫാത്ത് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. ആ ദുർബല ഹദീസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ കൈവഴിഞ്ഞ്, അതിനെ കൈയൊഴിച്ച് ശരിക്ക് അതിന് മാനദണ്ഡങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ മുൻഗാമികളിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഹദീസുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയും അത് പഠിപ്പിക്കുകയും വേണം. ഈ ദുർബലമായ ഹദീസുകൾ ഇന്ന് പുതുതായി ആരും കണ്ടുപിടിച്ചതല്ല. അത് നേരത്തെ ഉള്ളതാണ്. നേരത്തെ 10 കിതാബിലടക്കമുള്ളതാണ്. ഇന്ന് ഇവിടെ ഓടപ്പെടുന്ന ഓരോ ദുർബലമായ ഹദീസുകളും അത് പുതുതായി ആരും കണ്ടുപിടിച്ചതല്ല. എന്നിട്ടോ പിന്നീട് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻഗാമികളായ ഓരോരുത്തരെ മഹാന്മാരെ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ വികലമാക്കാൻ ശ്രമിക്കുകയാണ്. നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ ചര്യയ്ക്ക് ശേഷം നാം അന്ധമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ നാം കേൾക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യേണ്ട വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചോളണമെന്നില്ല. നാം അടിസ്ഥാനപരമായി തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ വഹിയിൽ അത് ആദ്യ പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ മാർഗം, അതിന്റെ സഹിയായ അതിന്റെ മാർഗത്തിലൂടെ നമുക്ക് ലഭിച്ച പവിത്രമായ ഹദീസുകൾ അതനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ദുർബലമായ ഹദീസും പറഞ്ഞുകൊണ്ട് തൗഹീദിലേക്കുള്ള പ്രബോധനത്തിന്റെ കാലഘട്ടം അവസാനിപ്പിക്കാൻ പാടില്ല. അതിനെ ദുർബലമാക്കാൻ ഇത് ഏത് സന്ദർഭത്തിലും പിശാച് സ്വീകരിച്ചതാണ്. ഇത് എല്ലാ കാലത്തും പുതിയ ഒരു കാര്യമല്ലത്. അതിനെയെല്ലാം കൈയൊഴിച്ച് അന്ധമായ അനുകരണമില്ല നമുക്ക്. നിങ്ങൾ ആരെ പറഞ്ഞാലും നാം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഷാഫി, അതേപോലെ അന്തനെ ഇമാം മാലിക് ബിൻ അനസ് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഉന്നതന്മാരായ മുസ്ലിം ഇമാമുകൾ, ആ ഇമാമുകൾ അവരുടെ ഗുരുനാഥന്മാർക്കെതിരിൽ പോലും സഹിയായ ഹദീസ് ലഭിച്ചപ്പോൾ അന്ധമായി അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം ഈ ഹദീസ് അവരെ മാർഗദർശനമായി ഉൾക്കൊള്ളുകയും അത് അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. അത് അവരുടെയും ഉപദേശം അത് തന്നെയായിരുന്നു. ഹദീസ് കണ്ടാൽ, ഹദീസ് സഹിയായി കണ്ടാൽ നമ്മുടെ അഭിപ്രായം സ്വീകരിക്കണമെന്നായിരുന്നു. അങ്ങനെയല്ലാതെ ഓരോ ആളുകളെ പറഞ്ഞു ഇബ്നു തൈമിയയെയും അതേപ്രകാരം മരിച്ചുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഞാൻ ഇബ്നു തൈമിയയെ ഉദ്ധരിച്ചതാണ്. ഇവിടെ പല പണ്ഡിതന്മാരെയും പറഞ്ഞു. ഇമാം ഷാഫിക്ക് മനസ്സിലായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇമാം ഹനഫിക്ക് മനസ്സിലായിരുന്നില്ലേ എന്ന ദുർബലമായ ചോദ്യങ്ങൾ അത് മുൻപും ആവർത്തിക്കപ്പെട്ടതാണ്.
വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ആവർത്തിക്കപ്പെട്ടിട്ട് കാര്യമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു സന്ദർഭത്തിലും അതിന്റെ ഖുർആനും സുന്നത്തിലും അതിന്റെ അടിസ്ഥാനമെന്ന് തെളിവുണ്ടോ എന്നാണ് അവർ ആലോചിച്ചത്. ആ മാർഗമാണ് സ്വീകരിച്ചത്. അതിലേതെങ്കിലും ഒരു പണ്ഡിതനെ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെങ്ങനെ ചെയ്തില്ലേ ഇയാളെങ്ങനെ ചെയ്തില്ലേ എന്നുള്ളത് വളരെ പ്രാകൃതമായ ഒരു ചോദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇകഴ്ത്തലല്ല, അവരെ തള്ളിപ്പറയലല്ല. നമുക്ക് നമ്മുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കുമുള്ള പ്രമാണങ്ങൾ ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ രംഗത്ത് ഒരു മാതൃകാപരമായ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാ ഘടകങ്ങളും എവിടെയും സ്വീകരിക്കണം. ദഅവത്തിന്റെ രംഗത്ത് ഒരുപാട് വിഷയങ്ങളുമായി വിശദീകരണങ്ങളുമായി വരുന്നതിന് പകരം ജനങ്ങൾക്ക് തൗഹീദും ശിർക്കും മനസ്സിലാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം അതാണ്. അതാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. അത് നാം ചെയ്യണം. അതിൽ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉന്നതന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്ന മാർഗം അതാണ്. അതിലേക്ക് നാം ശക്തമായി തിരിച്ചു പോവുകയും ശിർക്ക് ഏതെങ്കിലും ഭാഗത്തിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ, അതിനെ നേരിടാൻ നാം ഒന്നായി നിൽക്കുകയും തൗഹീദ് പ്രബോധന രംഗത്ത് അതാണ് മോചനത്തിന്റെ മാർഗമെന്ന വിശ്വാസത്തോടുകൂടെ ജനങ്ങളിലേക്ക് ദഅവത്ത് അതിന്റെ മുൻഗണനാക്രമത്തിൽ അതിനെ ഒതുക്കി നിർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു രംഗത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്ന ഒരു അംഗീകാരമുള്ള ജമിയത്തുൽ മുജാഹിദീൻ പ്രബോധന രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ കൂടുതൽ ശക്തമായി രംഗത്ത് വരണം എന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ജനാബ് CP ഉമർ സുല്ലമി തൗഹീദിന്റെ സന്ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. ബഹുമാന്യനായ അധ്യക്ഷൻ MB സക്കരിയ സാഹിബ് ഈ സമ്മേളനത്തിൽ ആരംഭം കുറിച്ച ബഹുമാന്യനായ സ്നേഹവും TP അബ്ദുൽ മറ്റു വേദിയിലുള്ള പ്രഗത്ഭ വ്യക്തികളെ, എന്റെ മുന്നിലുള്ള കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് ദേവ സജീവമായി നടക്കുന്നു. പ്രസംഗ പരമ്പരകളാണ് നമ്മുടെ ദൈവത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമ്പരകൾ കുറച്ചു കാലമായി നിലച്ചുപോയിരുന്നു. അതിന്റെ സവിശേഷമായ തുടക്കം ഇവിടെ വെച്ച് 3 ദിവസത്തെ പരമ്പര തുടങ്ങിയതിൽ സന്തോഷിക്കുകയും ജമിയത്തുൽ ഉലമയെ അഭിനന്ദിക്കുകയും അതിന് ഏറ്റവും ഉത്തമമായ ഹൃദയം
അഴീക്കോടിന്റെ ഹൃദയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അഴീക്കോട്ട് കാരണവന്മാരോടും പ്രവർത്തകന്മാരോടും സംസാരിക്കാൻ സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കുന്നു. അഴീക്കോട്ടേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു അതിഥിയായി വരുന്നു എന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ജീവിതത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടത്തിൽ 4-5 കൊല്ലം ഇവിടെയാണ് കഴിച്ചുകൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരതിഥിയെ പോലെയല്ല ഞാൻ അഴീക്കോട്ടേക്ക് കയറുകയാണ്. ഇവിടെ പള്ളിദർസിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എൻട്രൻസിന്റെ താഴെ 2-3 ക്ലാസ്സുണ്ട്. അഴീക്കോട് സുല്ലം ഇസ്ലാമിലാണ്. അതുകൊണ്ട് അതിന്റെ താഴെ ചേരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എൻട്രൻസിന്റെ താഴെ ചേരാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഷെയ്ഖ് വലിയ ഒരു ഇന്റർവ്യൂ നടത്തി. ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ എഴുതി ഷെയ്ഖ് പള്ളിദർസിലെ ശൈലിയൊക്കെ ഇട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഈ എൻട്രൻസ് തന്നെ ചേർന്ന് വെറുതെ കൊല്ലം കളയുന്ന താഴെ ചേർന്നിട്ട് എൻട്രൻസ് തന്നെ ചേർന്നു എന്ന് പറഞ്ഞു. എൻട്രൻസ് തന്നെ വിളിച്ചിരുത്തി, താഴെ ചേർത്തില്ല. അങ്ങനെ വളർച്ചയിൽ അവരും തുടങ്ങിയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചു പോയപ്പോൾ എപ്പോഴും നാട്ടുകാരുമായി എപ്പോഴും ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ എന്തെങ്കിലും കുറച്ചു കാലം കാണില്ലോ എന്ന് ചോദിക്കാറില്ല. വൃത്തിയാക്കാനും വിച്ചമാക്കാനും ഒന്നും മറക്കാൻ കഴിയില്ല. അതേ പ്രകാരം ഈ പഠനത്തിന്റെ ഇടയിൽ പഠിക്കുന്നവരാരും അരീക്കോട്ട് ഇവിടെ അന്നും മുമ്പറിക്കാറുണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഓർക്കുകയാണ്, എന്നീ അബ്ദുസ്സലാം അലി റഹ്മത്തുള്ളാ ഒരു തവണ അന്ന് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകുന്ന കാലമായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ആഴ്ച എനിക്ക് ഉത്തമ നടത്തണം ക്ലാസ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അന്നങ്ങനെ കഷ്ടിച്ചെന്തൊക്കെയോ പഠിച്ച് ഉത്തമ നടത്തി. വന്നപ്പോൾ മോലി ചുറ്റുപാടുന്ന് അന്വേഷിച്ചു, ഇങ്ങനെയുണ്ട് കുത്തുബ എന്തൊക്കെയാണ് എന്നൊക്കെ. അങ്ങനെ പലരും അഭിപ്രായം പറഞ്ഞു. അതിലാരോ പറഞ്ഞു, ഈ കുട്ടികൾക്ക് പരിശീലനത്തിന് നമ്മളെ മെമ്പർ ഉപയോഗിക്കരുത്. ഏതോ ഒരു കാരണന്മാർ പറഞ്ഞതാണ്. പക്ഷെ മൗലിക്ക് അത് പറ്റിയില്ല. കുത്തുബന്റെ താറാറ് എന്താന്ന് പറയാതെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കരുത് എന്ന് പറയാൻ എന്താ? മൗലി അങ്ങനെ വന്നത് കോളേജിലേക്കാണ് ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അടുത്ത 3 മാസം ഞാൻ തകർത്തിയും കിട്ടും. മൗലിയുടെ പ്രതികരണം അങ്ങനെ ഉണ്ടായത്. അല്ലെ, കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ മെമ്പർ കൊടുക്കരുത് എന്ന് പറഞ്ഞതിന് മൗലിന്റെ പ്രതികരണമാണ്. എന്നെ ക്ലാസ്സിന് വെച്ചിട്ട് പറഞ്ഞു, അടുത്ത 3 മാസത്തെ കത്തിയപ്പിക്കാൻ കിട്ടും. ഇങ്ങനെയാണ് ഞാൻ അരീക്കോടുമായി ബന്ധം. അതിലുപരിയായി ഈ ജമിയത്തുൽ മുജാഹിദീന്റെ 40ാം വാർഷികം നടക്കുമ്പോൾ ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുള്ള സുന്നമികളിടയിൽ ഈ ഉള്ളവനെ സുല്ലമിപ്പെട്ട തെരഞ്ഞെടുക്കാൻ വേഗനായി തെരഞ്ഞെടുത്തപ്പോൾ വാസ്തവത്തിൽ ഈ നാടും ജമിയത്തുൽ മുജാഹിദീന്മാരുടെ ബന്ധം എനിക്കിങ്ങനെ മറക്കാൻ കഴിയുന്നു. അതാണ് ഏതായാലും ഞാൻ അത് ഓർത്തുപോയി എന്ന് മാത്രം. ആ കഴിഞ്ഞുപോയ ഇവിടുത്തെ കാരണവന്മാർക്കും മഹവ്യക്തികൾക്കും ഇതിന്റെ സ്ഥാപകന്മാർക്കുമെല്ലാം ഇവിടെ ഉള്ള കെ ടി മുഹമ്മദ് മൊലി, മുഹമ്മദ് മൊലി ഇവരെപ്പോലുള്ള ഉസ്താദന്മാർക്കും എല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്. സമയം കൊണ്ട് പരിമിതമായി അധികം നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ലല്ലോ. ഞാൻ അധികം നീട്ടിപ്പോകുന്നില്ല. തൗഹീദാണ് വിഷയം. തൗഹീദ് എന്ന വാക്ക് തന്നെ ഏകീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഏകീകരണത്തിന്റെ വിഷയമാണ് തൗഹീദ്. അതുകൊണ്ട് തന്നെ തൗഹീദ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരാധനകൾ അള്ളാഹുവിലേക്ക് ഏകീകരിക്കുമ്പോൾ മനുഷ്യവർഗത്തിന് ഏകീകരിക്കാനുള്ള ഒരേ ബിന്ദുവാണ് ഈ തൗഹീദ് എന്ന് പറയുന്നത്. കാരണം അതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെല്ലാം ഭിന്നതയാണല്ലോ. അള്ളാഹുവാണ് മാത്രമാണ് ആരാധന, അവനാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് അംഗീകരിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്കും സാധ്യമല്ല. അതുകൊണ്ട് ആ പദം ഏകീകരണത്തിൻ്റെതാണ്. ആ ഏകീകരണം എന്ന് പറയുമ്പോൾ എല്ലാവിധ ഏകീകരണങ്ങളിൽ പെടും. കാരണം മനുഷ്യവർഗത്തെ ഏകീകരിക്കാനുള്ള ഒരു തത്വം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വിവിധ മതക്കാരടങ്ങിയ മനുഷ്യർ ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാലയത്തിലുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. സർവശക്തനായ സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആർക്കും എതിരില്ലല്ലോ, എല്ലാവർക്കും യോജിക്കാവുന്നതാണ് ആ തവഴി. അതിനൊന്ന് വിട്ട് ഏതെങ്കിലും മറ്റൊരു വ്യക്തിയോട് വിഭ്യത്വം നൽകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ മനുഷ്യന് യോജിക്കാൻ കഴിയില്ല. അത് കന്യാമറിയത്തിനോടായാലും ശ്രീകൃഷ്ണനോടായാലും വൈദ്യശേഖരനോടായാലും ആരോടായാലും ശരി യോജിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഏകീകരണത്തിൻ്റെത്, ഐക്യത്തിൻ്റെതാണ് വാസ്തവത്തിൽ തൗഹീദ്. തൗഹീദിന്റെ സന്ദേശം തന്നെ വാസ്തവത്തിൽ മനുഷ്യവർഗത്തെ യോജിപ്പിക്കാൻ. അതിന് മനുഷ്യവർഗത്തെ യോജിപ്പിക്കണമെങ്കിൽ ഈ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം. അതേപ്രകാരം തന്നെ ആ തൗഹീദ് ഉൾക്കൊള്ളുന്നവർ അവരുടെ മനസ്സും ഐക്യത്തിനായിരിക്കണം. അവരുടെ
മനസ്സിന് യോജിക്കണമായിരിക്കണം. അതിൽ അഹങ്കാരങ്ങളോ അതിക്രമങ്ങളോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതിനെന്ത് വേണം? എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആദ്യമായി തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, ഫഅലം, നബി നിങ്ങൾ മനസ്സിലാക്കുക, അറിയുക, മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. നബിയോട് അറിയാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പഠിക്കുക, അറിയണം എന്നാണ് നബിയോട് പറയുന്നത്. എന്താണ് അറിയേണ്ടത്? അതാണ് തൗഹീദ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യമായൊരു കാര്യം, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഏകനായ ആരാധ്യൻ അവനാണ് അല്ലാഹ്, അവനല്ലാതെ വേറെ ആരാധ്യനില്ല എന്ന് മനസ്സിലാക്കണം മുഹമ്മദേ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ഒന്നാമത്തെ സന്ദേശം തന്നെ ഈ തൗഹീദിന്റെ സന്ദേശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അതാണല്ലോ ഏത് കാര്യം പറയുമ്പോൾ അത് മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന വിധത്തിലായിരിക്കണം, യുക്തിപൂർവമായിരിക്കണം, ബുദ്ധിപൂർവമായിരിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. തൗഹീദ് പറയുമ്പോൾ പ്രത്യേകിച്ചും കാരണം ബുദ്ധിയെ തട്ടി നിർത്തുന്ന ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് ചക്രവാളത്തിൽ നമ്മൾ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബുദ്ധിയെ തട്ടി നിർത്തിക്കൊണ്ടാണ് തൗഹീദിലേക്ക് ക്ഷണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുമ്പോൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കേണ്ടത്? ആ 4 പദങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഇല്ലാഹില്ല. അത് 2 വാക്കും നമുക്ക് വളരെ ലളിതമാണ്. ലാ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞ ആളുകൾ കൊണ്ടോട് അത് അതിന്റെ അർത്ഥം അറിയാത്തൊരു ഒരാളുണ്ടാവില്ല. പിന്നെ ഇല്ലാതെ ഒഴുകിയെന്നാണ്. ആ 2 പദം കഴിഞ്ഞു. ഈ 2 വാക്ക് ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം ഇലാഹ് എന്നാണ് ഒന്ന് അല്ലാഹ് എന്നാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇലാഹ് എന്ന വാക്കിൽ ഒരു അൽ ചേർത്ത് കഴിഞ്ഞാൽ അല്ലിലാഹായി. ഈ അല്ലിലാഹ് കുറച്ച് എളുപ്പം പറയുമ്പോൾ അള്ളാഹ് അള്ളാഹ് എന്ന് പറയുന്നത്, അതാണ് അത്രയേ ഉള്ളൂ. അപ്പൊ അത് ശരിക്കും അള്ളാഹിനെ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന് ശരിയായ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുബന്ധമായി മനസ്സിലാക്കുന്ന കാര്യമാണ് ഇനി വേറെ ഇലാഹില്ല. അപ്പൊ അള്ളാഹ് എന്നത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാണ് ആ ഇലാഹ്? ഇലാഹ് അല്ലി ചേർത്താൽ അൽ ഇലാഹായി. അൽ എന്ന് ചേർത്ത് പറയുന്നത് എന്തിനാണ്? അറബിയിൽ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അവർ മനസ്സിലാകുന്ന ഒരു എന്നുണ്ടെങ്കിൽ അതിലാണ് അല്ലി ചേർക്കുക. റജുൽ എന്ന് പറഞ്ഞ ആള് ഒരു പുരുഷനാണ്. പക്ഷെ ഞാനത് അറബിൽ എന്ന് പറഞ്ഞാൽ അത് ഏതാ പുരുഷൻ നീ പറയുന്നത് എന്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അറിയും. അപ്പളെ അറബിൽ എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ ഇലാഹ് എന്നതിൽ അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ആ ഇലാഹ് ഏതാണ്? അതേതാണ്? ശ്രീകൃഷ്ണനായ ഇലാഹോ അല്ലെങ്കിൽ യേശുവോ മറിയമോ അല്ലെങ്കിൽ മഹദി ഷേഖോ റിഫായ ഷേഖോ ഒന്നാവില്ല. ആ ഇലാഹ് ഈ പ്രപഞ്ചനാഥനാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവഅ അലൽ അർശ് മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഇൻ അഫലാ തതദക്കറൂൻ. അതാണ് അല്ലാഹ്. ആകാശങ്ങളെയും ഭൂമിയെയും അതിന്റെ ഇടയിലുള്ളവരെയും 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് അല്ലാഹ്. അതാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. ആകാശങ്ങളെയും ഭൂമിയിലെയും അതിന്റെ ഇടയിലുള്ളതിനെയും 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് ഏകനായ ദൈവം, അവനാണ് ഏകനായ ഇലാഹ്. പിന്നെ അവൻ സിംഹാസനത്തായിരിക്കുന്നു എന്ന് വെച്ചാൽ സൃഷ്ടിച്ച സൃഷ്ടാവ് സൃഷ്ടിയിൽ അങ്ങോട്ട് ലയിച്ചു കിടക്കുകയല്ല. അങ്ങനെ വിശ്വാസമാണ് ദൈവവിശ്വാസികൾക്ക് ഏറ്റവും പറ്റിയ അബദ്ധം. സൃഷ്ടാവ് സൃഷ്ടികളിലേക്ക് ലയിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ അപ്പുറം ദൈവമില്ല. അങ്ങനെയാണ് പറയുമ്പോൾ ലാ മൗജൂദില്ല, അള്ളല്ല, ഒന്നുമില്ല, എല്ലാത്തിലും അള്ള തന്നെയാണ്. അള്ളാഹു എല്ലാത്തിലും ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തിനെ പൂജിച്ചാലും ഏതിനാരാധിച്ചാലും ഒക്കെ പടച്ചവൻ തന്നെയാണ് എന്നൊരു വിശ്വാസം അദ്വൈത സിദ്ധാന്തക്കാരങ്ങൾ പറയാറുണ്ട്. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, സൃഷ്ടികളിൽ ഭിന്നമല്ല, പ്രപഞ്ചത്തിന് അതീതമല്ല, പ്രപഞ്ചത്തിൽ ലയിച്ചു കിടക്കുന്നവനാണ്. അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ നമുക്ക്. ഇത് ഉണ്ടാക്കിയ ആശാരി ഇതിൻ്റെ ഉള്ളിലല്ലോ, അതിന് പുറത്തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ച നാഥൻ അവൻ അതിന്റെ സിംഹാസനമായി നിലകൊള്ളുന്നു. അതാണ് അവന്റെ അരിശ്, മഹത്വമേറിയ അരിശ്. റബ്ബുൽ അർശിൽ അദീം, മഹത്വമേറിയ സിംഹാസനത്തിനാണ് അവൻ. പക്ഷെ അവന്റെ സിംഹാസനം അതെങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ? അത് അവൻ പറഞ്ഞു തരാമെന്നല്ലാതെ. കാരണം നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അവൻ ഇതിനുള്ളിലല്ല, അവൻ അർശിൽ ശരിയായി നിലയ്ക്കുന്ന ഉമ്മസ്തവാൽ അർശ്, അവൻ സിംഹാസനത്തിനായി നിലകൊള്ളുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ നിയന്ത്രണം അവന്റെ കയ്യിലാണ്, ഭരണം അവന്റെ കയ്യിലാണ്. അതാണ് പറഞ്ഞു തരുന്നത്. തുറന്നു പറഞ്ഞു, ആകാശത്തിന് ഉയർന്നതിൽ നിന്ന് ഭൂമിയിലേക്ക് എല്ലാം അവൻ നിയന്ത്രിക്കുന്നു. അങ്ങനെ
നിയന്ത്രിക്കുന്നവനാണ്. അവൻ ഇത് വെറുതെ വിട്ടതല്ല, സൃഷ്ടിച്ചങ്ങൾ വെറുതെ പാട്ടിൽ വിട്ടതല്ല. എല്ലാത്തിന്റെയും നിയന്ത്രണം ഭരണം അവന്റെ കയ്യിലാണ്. അതോടുകൂടി പറഞ്ഞു മാലക്കും ദൂനിഹിമിൻ വലിയ ആ അള്ളാഹു അല്ലാതെ രക്ഷിക്കാൻ ഇവർക്ക് വേറെ ആരുമില്ല, ശുപാർശ ചെയ്യാൻ ആരുമില്ല. എന്റെ അടുക്കൽ തന്നോടൊക്കെ ശുപാർശ ചെല്ലാൻ ആരുമില്ല. അതുകൊണ്ട് ആ അള്ളാഹു അല്ലാതെ വേറെ ആരാധനയില്ല. അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി. ഇത് ഇങ്ങനെ പരിചയപ്പെടുത്തിയാൽ പിന്നെ ഇങ്ങനത്തെ വേറെ ആരാണുള്ളത്? ആരാണ് ആരാധിക്കാനുള്ളത്? അതുകൊണ്ട് മനസ്സിലാക്കുക, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വേണ്ടത് ആരാധനയാണ്. കാരണം ആരാധ്യൻ ഉണ്ടെന്നും ആരാധിക്കേണ്ടതുണ്ടെന്നും അവരല്ലാതെ വേറെ ആരാധിക്കാൻ പാടില്ല എന്നും പറഞ്ഞാൽ പിന്നെ ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട വേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കാൻ അർഹനപ്പെട്ട ഒരു ആരാധ്യനുണ്ട്, അവൻ ആരാധിക്കേണ്ടതുണ്ട്. അവനല്ലാതെ വേറെ ആരെയും ആരാധനക്ക് അർഹനില്ല, വേറെ ആരാധിക്കാൻ പാടില്ല. ഈ 3 കാര്യം തൗഹീദിന്റെ മർമ്മം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാധിക്കാൻ തുടങ്ങണം. ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. ആരാധന തുടക്കം പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയുടെ പ്രധാനം പാപമോചനത്തിനുള്ള അപേക്ഷയിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപമോചനത്തിന് തേടുക. മുഹമ്മദ് അള്ളാഹു റസൂലെ, നിങ്ങൾ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അള്ളാഹുനോട് പൊറുക്കൽ തേടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് എത്ര ഉയർന്നാൽ ഉന്നത വ്യക്തിത്വമായാലും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരും തെറ്റുകളില്ലാത്തവനല്ല. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ മഹാപാപങ്ങളോ മനുഷ്യന് മാതൃകാപരമല്ലാത്ത കാര്യങ്ങളോ അത്ര കുറ്റങ്ങളും കൃത്യങ്ങളും ചെയ്യുന്ന ആളല്ല. എന്നിരുന്നാലും അള്ളാഹുവിന്റെ മഹത്വത്തോട് ഏറ്റവും അടുത്ത് അവൻ ആരാധിക്കുന്ന ഒരു അടിമയെന്ന നിലക്ക് അള്ളാഹുവിനോട് എത്ര ഉയരാൻ കഴിയുന്നത് അടിമയായിട്ടാണ് ഉയരാൻ കഴിയുക, അതിന്റെ അപ്പുറം ഉയരാൻ കഴിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഔന്നത്യത്തെപ്പറ്റി വിശേഷിപ്പിക്കുന്നതെല്ലാം ഖുർആൻ വിശേഷിപ്പിച്ച അബ്ദ് എന്നാണ്, അടിമ എന്നാണ് വിശേഷിപ്പിച്ചത്. നബിയുടെ വലിയ സ്ഥാനങ്ങൾ പറയുമ്പോൾ ആ സ്ഥാനം പറയുമ്പോൾ അപ്പൊ പറയലെന്താ മുഹമ്മദ് എന്നല്ല, അല്ലെങ്കിൽ റസൂൽ എന്നല്ല, അപ്പൊ അടിമാനാ പറയല്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല, ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ മസ്ജിദ് അഖ്സയിലേക്ക് കൊണ്ടുപോയ തന്റെ അടിമ എന്ന് വിശേഷിപ്പിക്കുന്ന കാര്യം വയ്ക്കല്ല. തനിക്ക് എല്ലാ നിലക്കും ആ സന്ദേശം കൈമാറിയപ്പോൾ പറഞ്ഞു ഫൗഹായില അബ്ദിഹി മഅഹ, തന്റെ അടിമക്ക് ബോധനം നൽകേണ്ടതൊക്കെ അവൻ ബോധനം നൽകി. അവിടെ അടിമ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതേ പ്രകാരം തന്നെ പ്രാർത്ഥനാനിരതരായി രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ ആര് അള്ളാഹുവിന്റെ അടിമ എന്നാ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയ പറയുന്നത് ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അടിമ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അടിമയാവുമ്പോൾ ഉടമയോട് പലതും അവാഹന ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും ബാബ എഴുതണം, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചെയ്യാറുണ്ട്. എന്തൊരു സദസ്സ് എഴുന്നേറ്റ് പോവുകയാണെങ്കിലും റഹീം, അതിന്റെ അവസാനം എങ്ങനെയായിരിക്കും? നബി പോകുമ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവും, റബ്ബേ എനിക്ക് പുറത്തു തരണേ, എന്റെ പശ്ചാത്തലം സ്വീകരിക്കണേ, നീ പൊറുക്കുന്നതിനാണല്ലോ, കരുണാനിധിയാണല്ലോ. അതാണ് ജനങ്ങളോട് പറയും, ഞാനൊരു ദിവസത്തെ ഒരു 100 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നിങ്ങളും പറയണം കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പൊറുക്കുന്നതാണ്. നബിയുടെ അവസാനം കൽപ്പിച്ചതും പൊറുക്കുന്നതാണ്. എല്ലാവിധ ഔന്നത്യത്തിന്റെ എത്തി ഇസ്ലാം പരിപൂർണമായി കഴിഞ്ഞു. സുഖ സൗകര്യങ്ങളായി ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇതിലേക്ക് വന്നപ്പോൾ ഇനി എന്ത് വേണ്ട? റബ്ബിനെ പ്രകീർത്തിച്ച് സ്തുതിച്ച് പൊറുക്കൽ തേടുക. അതാണ് വസ്തഗ്ഫിർ ലിദംബിക്. നിങ്ങൾ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും റബ്ബിനോട് പ്രാർത്ഥിക്കുക, പൊറുക്കൽ തേടുക, പൊറുത്തരണേ. അപ്പൊ അവിടെയാണ് ആരാധനയിൽ തുടക്കം. പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രാർത്ഥനയിൽ പ്രധാനമാണ് ഇസ്തിഗ്ഫാർ എന്ന ഒരു കാര്യം കൂടി വേണം. നമുക്ക് മാത്രം പോരായി. സ്വർഗത്തിൽ ഒരാൾ മാത്രം ഈ സ്വാർത്ഥികളാകാൻ പാടില്ല, എല്ലാവരും സ്വർഗത്തിൽ പോട്ടെ. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൽപ്പിച്ചത് എന്താണെന്നറിയാമോ? ഉലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും പുറത്തു കൊടുക്കണമേ എന്ന് റബ്ബിനോട് തരണം. എനിക്ക് മാത്രം കൊടുത്താൽ പോരാ, എല്ലാവർക്കും ഒരു വിശാലമായൊരു വീക്ഷണം. ഒരിക്കലും വിശാലമായത് കുടിസാക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും മാന്യമായും ആദരവോട് പെരുമാറുന്നതാണ്. ഒരിക്കൽ നമസ്കാരത്തിൽ തെറ്റുപറ്റിയ ആള് ശകാരിക്കുകയോ ശാസിക്കുകയോ ചെയ്യുക അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ളവരൊക്കെ വലിയ ക്രോധത്തോട് കോപത്തോടും നോക്കി ഞാൻ സംഭവമിരിക്കല്ല. അദ്ദേഹം അത് നബിയുടെ ആ കാര്യങ്ങൾ ഓർത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പറച്ചവനെ എനിക്കും മുഹമ്മദിനും പുറത്തു തരണേ, തുരഹ്മാനാഹദ, എനിക്കും എന്നോട് മുഹമ്മദിനോട് കരുണ കാണിക്കണം. ഞങ്ങൾ കൂടെ വേറെ ആർക്കും റഹ്മത്ത് ചെയ്യേണ്ടതാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ എന്നെ വളരെ ക്രൂരായിട്ടാണ് കാണുന്നത്. മുഹമ്മദിന് ഒന്നും ചെയ്തില്ലല്ലോ. നബി വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുതേ,
ലക്കത് ഹജ്ജർത്ത വാസിയ, വിശാലമായ എന്തിനാ കൊടുക്കുന്നത്? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് വിശാല നമസ്കാരമാണെന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് റബ്ബിനോട് മാത്രം കൊടുത്തിട്ടാണ്? എന്തുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിക്കണം? എന്തുകൊണ്ട് മാത്രം അവൻ ആരാധനാലയായി തീർന്നു? അതിന്റെ കാരണം പറഞ്ഞു തരാണ്. വല്ലാഹു യഅലമു മുതഖല്ലബക്കും വമസ്വാക്കും. അള്ളാഹുവാണ് നിങ്ങളുടെ പോക്കുവരവും താമസവും അറിയുന്നവൻ. അതാണ് കാരണം. നിങ്ങൾ എവിടെ പോകുന്നുവെങ്കിലും അവിടെ മടങ്ങുന്നുവെങ്കിലും അത് എവിടേക്കും പോയാലോ താമസിച്ചവിടെ ഇരിക്കണോ എങ്കിലും അത് അറിയുന്നവരുണ്ട്. അതാണ് അള്ളാഹ്. അത് അറിയുന്നവനാണ് ആരാധനക്കർഹൻ. അത് അറിയുന്നവനാണ് പ്രാർത്ഥിക്കേണ്ടത്, പൊറുക്കാൻ തരേണ്ടത്. കാരണം പാപം ചെയ്തു എന്ന് അറിയുന്നവനോടാണല്ലോ. നേരെ മറിച്ച് മറ്റോട് നമ്മൾ ഒരാളെ പറയണമെങ്കിൽ നമ്മൾ പാപം ചെയ്തു എന്ന് ആരോട് പറഞ്ഞു കൊടുക്കണം? ആദ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുമ്പസാരിക്കാൻ പോയാലോ അച്ഛനോട് പറയണമെങ്കിൽ അച്ഛനോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, അത് അച്ഛൻ പോലെ എടുക്കുക ചെയ്യുക. അറിയുന്നവനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹു യഅലമു മുതഖല്ലബക്കും വമസ്വാക്കും. നിങ്ങളുടെ പോക്കുവരവ് എന്ന് വെച്ചാൽ ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ മുത്തക്കല്ലബ് എന്ന ചലനം എന്നർത്ഥം. ഇളക്കം, ഇളകിയാൽ അറിയും. മസ്വാന്ന് തന്നെ താമസം ഇളകാതിരിക്കാന്ന. ഏതൊരു വസ്തുവിനും ഈ രണ്ടിൽ ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ ഇളകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇളകാത്ത അവസ്ഥ. ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. രണ്ടും കൂടിയുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഒന്നുകിൽ ഇളകുന്ന അവസ്ഥയായിരിക്കും, ഒന്നുകിൽ ഇളകാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ ചലിക്കുന്നുവോ നിശ്ചലമായിരിക്കുന്നുവോ ഇത് രണ്ടും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ആരാധനക്കരുവൻ അവനാണ്, പ്രാർത്ഥനക്കരുവൻ അവനാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഇനി ഇതെല്ലാം അറിയുന്നുവെന്ന് അള്ളാഹുവാണെന്ന് പറഞ്ഞല്ലോ. അത് ആ അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ടത്, ഒന്നാമതായി വേണ്ടത് നമ്മുടെ ബുദ്ധി തന്നെയാണ്. കാര്യങ്ങൾ അറിയേണ്ടത് അങ്ങനെയാണല്ലോ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അള്ളാഹുവിനെ വിധേയമല്ലല്ലോ. പക്ഷെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചാൽ, ഈ ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് നോക്കിയാൽ അതിനുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെല്ലാം സൃഷ്ടാവുണ്ട് എന്ന്. ആ അടയാളങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നാം അനുകരിക്കാൻ പാടുള്ളൂ. ആ വിഷയം ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത്, നിങ്ങളൊരു കാര്യം അന്ധമായി അനുകരിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കാൻ പറഞ്ഞു നിനക്ക് അറിയാത്ത കാര്യം പിന്തുടർന്ന് പോകരുത് കേട്ടോ. അറിയാത്ത കാര്യം, മനസ്സിലാവാത്ത കാര്യം, അറിയാത്ത കാര്യം അനുകരിച്ചു പോകരുതേ. അറിയുന്ന കാര്യം ചെയ്യാവൂ. അന്ധമായ കാര്യം അനുകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫലം അറിയുക. നീ മനസ്സിലാക്കണമെന്ന് ആദ്യം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ തന്നെ അല്ലാഹു പറഞ്ഞു മറ്റു സ്ഥലത്ത് നിനക്ക് അറിയാത്ത കാര്യം നീ പിന്തുടർന്നു പോകരുതേ. അപ്പൊ എങ്ങനെയാണ് അറിയുക? നിന്റെ കാതും കണ്ണും ബുദ്ധിയും ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ സത്യത്തിൽ ദൃഷ്ടാന്തങ്ങൾ കണ്ട്, അല്ലെങ്കിൽ സത്യത്തെപ്പറ്റി ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. പഞ്ചേന്ദ്രിയങ്ങളിൽ അറിവ് സമ്പാദിക്കുന്നവർക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ളത് കാഴ്ചക്കും കണ്ണിനും ചെവിക്കും തന്നെയാണ്. അത് വെച്ചുകൊണ്ട് സന്ദേശങ്ങൾ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാണ് പിന്നെ നമുക്ക് അറിവിലേക്ക് കൂടുതൽ എത്തുക. അതുകൊണ്ടാണ് ഈ ആദ്യം എടുത്ത് പറഞ്ഞത്, കാതും കണ്ണും ബുദ്ധിയും അള്ളാഹുവിന് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ആലോചിച്ച്, കണ്ണുകൊണ്ട് കണ്ട് ശരിക്ക് കാര്യം മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയ കാര്യം മനസ്സിലാക്കിയ രൂപത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷെ മനസ്സിലാവാത്ത കാര്യമോ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മനസ്സിലാക്കാത്ത കാര്യം പിന്നെ മനസ്സിലാക്കാൻ മാർഗമുണ്ട്. അത് അള്ളാഹുവിന്റെ വെക്കുന്നുള്ള ദിവ്യ സന്ദേശമാണ്, വഹയ്യ്. അതാണ് പിന്നെത്തത്. അത് എല്ലാവർക്കും കിട്ടില്ല. അത് പ്രവാചകനെ കിട്ടൂ, നബിക്ക് കിട്ടൂ. ആ വഹയ്യ് കിട്ടുമ്പോൾ 3 വിധത്തിലാണ് വഹയ്യ് കൊടുക്കുക. ഒന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വഹയ്യ് ഇട്ട് കൊടുക്കും അള്ളാഹു. മറ്റൊരു അശരീരിയായി ഒരു ശബ്ദം കേൾപ്പിച്ചു കൊടുക്കും. ചിലപ്പോൾ മലാക്ക ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കും. ഈ 3 വിധത്തിൽ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ 3 വിധത്തിൽ കിട്ടിയാലും ഇതൊക്കെ കേട്ടാൽ അതൊക്കെ പടച്ചോന്റെ സന്ദേശമാണ്, വഹയ്യാന്ന് ആരും വ്യാമോഹിക്കേണ്ട, ആരും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അതാ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു അശരീരി കേൾക്കുകയാണ്, ആളെ കാണാത്ത ഒച്ചകൾ കേൾക്കുക. അവിടെ ഇങ്ങനെ ആളെ കാണാനില്ല, ശബ്ദങ്ങൾ കേൾക്കുന്നു, അവിടെ ശബ്ദം കേൾക്കുകയാണ്. പടച്ചോനോട് വർത്താനം പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ എനിക്ക് വഹയ്യ് കിട്ടിയെന്ന് വിചാരിക്കണ്ട. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബോധോദയം എങ്ങനെ ഉണ്ടാകുന്നു? ഇതൊക്കെ പടച്ചോൻ തോന്നിപ്പിച്ചു എന്ന് വിചാരിക്കണ്ട. അതേപോലെ അതല്ലെങ്കിൽ ഒരാൾ അപരിചിതനായ ഒരാൾ വന്നിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞാൽ ദൂതനാണ് ഞാൻ എന്നോട് പറഞ്ഞുതരാൻ വന്നിരുന്നു വിചാരിക്കരുതേ. അവിടെയുമാണ് ബുദ്ധി ഉപയോഗിക്കാൻ. അതിന് പടച്ചോൻ അടയാളം കൊടുത്തിട്ടുണ്ട്, വെറുതെ കൂടി പറഞ്ഞയക്കില്ല. അതാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നതാണ്. അടയാളം, ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തം എന്ന് കൊടുക്കുമ്പോൾ ആർക്കാണത് കൊടുക്കുന്നത്? അയാൾക്ക് കഴിയാത്ത അയാൾ കൊടുക്കുള്ളൂ.
അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോഴല്ലേ ഒരാൾക്ക് വഹി കിട്ടിയാൽ ആ വഹി കിട്ടിയ ആൾക്ക് പടച്ചതമ്പുരാന്റെ ബോധനമാണ് എന്ന് അറിയിക്കാൻ അയാൾ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അയാളിലൂടെ അള്ളാഹു ചെയ്തു കൊടുക്കും. അപ്പൊ ആൾക്ക് മനസ്സിലാവും പടച്ചവൻ പറഞ്ഞതാണ്. അതാണ് ആയത്തെ അടയാളം. അതിന് സാങ്കേതികമായി പറയാറ് മനുഷ്യന്മാർ മൊഴിജത്ത് എന്ന് പറയും. കാരണം അയാൾക്കും ചെയ്യാൻ കഴിയാത്ത വേറെ ആൾക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം മൊഴിജത്ത്. അപ്പൊ അതാണ് ആ അടയാളം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ബുദ്ധി ഉപയോഗിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സക്കരിയ നബി അലൈഹി ഇസ്ലാം വാർദ്ധക്യത്തിലെത്തി നിരാശ കൊണ്ട് ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോൾ പറഞ്ഞു, പടച്ചോൻ ഇത് ഒരു കുട്ടി ഉണ്ടായില്ലല്ലോ, പക്ഷെ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു സന്ദേശം കൊടുത്തു. കുട്ടി ഉണ്ടായി ഇത്രയും കാര്യം കുട്ടി ഉണ്ടാവുക എപ്പോ ഉണ്ടാകാന്നാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ സന്ദേശമാണ് കിട്ടുന്നതെന്ന് പറയുമ്പോ ഞാൻ അത് അറിയിക്കുന്ന എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട്, അതിന് യഹ്യാന്റെ പേരുള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് റബ്ബി എനിക്ക് അടയാളമാണല്ലോ ഒരു പടച്ചോൻ ഇജ്ജ പറഞ്ഞത് എന്ന്. അപ്പൊ അടയാളം പറഞ്ഞു കൊടുക്കണ്ട. ശരിയ 3 ദിവസം മനുഷ്യന്മാരോട് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയില്ല. അംഗവൈകല്യങ്ങളൊന്നുമില്ല. കാരണം സംസാരത്തിന് ദോഷമില്ല, പടച്ചോനെ തസ്ബീഹിൽ അറിയാലോ, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അതൊക്കെ ചെയ്ത് തരാറുമില്ല. അവ അടയാളം കൊടുത്തു. അതേ പ്രകാരം തന്നെ ഓരോ അടയാളങ്ങൾ കൊടുക്കും. പക്ഷെ ഈ അടയാളം കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അസാധാരണമായി അടയാളങ്ങൾ ഓരോ കൊടുക്കും. അത് സംസാരിച്ച് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംസാരത്തിൽ പറഞ്ഞ അടയാളം പറഞ്ഞു കൊടുത്തു. അത് ഇതിലൂടെ മനസ്സിലാക്കി അങ്ങനെ വഹയി കിട്ടിയാൽ അത് മനസ്സിലാക്കാം. അപ്പൊ വഹയിലൂടെ അള്ളാഹിനെ പറ്റി നമുക്ക് വിവരം കിട്ടിയാൽ അത് അവിടെയാണ് അള്ളാഹു മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹുലേക്ക് അള്ളാഹു ഉണ്ട്, അവന്റെ ആസ്തികമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടെന്നല്ലാതെ എങ്ങനെയാണ് അള്ളാഹു നിലകൊള്ളുന്നത്, ഏതാണ് അവന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപമാണ്, എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ അള്ളാഹ് തന്നെ പറഞ്ഞു തരണം. അതാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കി തരണം. അതുകൊണ്ട് അള്ളാഹു അവന്റെ നാമവിശേഷണങ്ങൾ, അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും അവന്റെ കിതാബിലൂടെ അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം കൊടുത്ത് ഇങ്ങനെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഓരോ വിശേഷണങ്ങളും അവന്റെ നാമങ്ങളാണ്. അത് ഓരോന്നും നമ്മൾ സ്വാധീനം ചെലുത്തുന്നു. വെറുതെയല്ല. അതൊക്കെ പറഞ്ഞാൽ അല്ലാഹു റഹ്മാനാണെന്ന് പറഞ്ഞാൽ ആ റഹ്മാൻ എന്ന അതിന് വേറെ സന്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുദൈവ ആരാധകന്മാർക്ക് ഉൾക്കൊള്ളാൻ ആ വിശേഷണം ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹു റഹ്മാനാണെന്ന് പറഞ്ഞാൽ എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് അല്ലാഹു. എല്ലാവരോടും ഒരുപോലെ കരുണ കാണിക്കുന്നവനാണ് അല്ലാഹു. അവനേക്കാൾ കാരുണ്യവാനായി വേറെ ആരും തന്നെയില്ല. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ആകമാനമുള്ള കാരുണ്യം 100 ഭാഗിച്ചാൽ 1% മാത്രമേ സൃഷ്ടികൾക്ക് ആകമാനം നൽകിയിട്ടുള്ളൂ. ഒരു കുതിരക്കുട്ടിയോട് കരുണ കാണിക്കുന്നത്, ഒരു തള്ളപ്പക്ഷിയുടെ കുഞ്ഞിനോട് കരുണ കാണിക്കുന്നത് 1% ഭാഗമാണ്. 99% കാരുണ്യം അവന്റെ അടിമകൾക്ക് വേണ്ടി അല്ലാഹു അവനെ നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്നു. കതബാല നഫ്സിഹി റഹ്മ, അവൻ തന്നെ അവന്റെ കാരുണ്യം നിശ്ചയിച്ചത്. ഇങ്ങനെയുള്ള കാരുണ്യവാനാണ് ഒരുവെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കാരുണ്യവാനിന്റെ ചെല്ലുമ്പോൾ ഒരാളിനെ കൂട്ടി പോകുമോ? ശുപാർശക്കാരനെ കൂട്ടി പോകുമോ? അടുപ്പിക്കാൻ ആരെങ്കിലും ആണോ? കാരണം അയാളെക്കാൾ കാരുണ്യമില്ലെങ്കിൽ നമ്മോട് ഏറ്റവും കരുണ കാണിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ വളർത്തിയ ഉമ്മ, മാതാവാണ് ഏറ്റവും കരുണ കാണിക്കുന്നത്. അത് പൈതന്മാരുടെ മനസ്സിലുള്ളതുകൊണ്ട് എന്ത് വിഷമം വന്നാലും ഉമ്മ എന്ന് വിളിക്കുന്ന അറിയാം. പക്ഷെ ഉമ്മാനെ വിളിക്കുമ്പോൾ ഉമ്മാന്റെ ഇടയിൽ വേറെ ആരും പറയില്ല, ശുപാർശക്കാരില്ലല്ലോ. പക്ഷെ വാപ്പാനോട് പറയേണ്ട കാര്യം ചിലപ്പോൾ കുട്ടികൾ ഉമ്മാനോട് എന്ന് പറയും. അതെന്താ കാരണം? വാപ്പാനേക്കാൾ കാരുണ്യം ഉമ്മാക്കാന്ന കുട്ടിയുടെ മനസ്സിൽ. അതുകൊണ്ട് വാപ്പ എന്ന് പറയേണ്ട കാര്യം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നല്ല സമയം നോക്കി വാപ്പാനോട് പറഞ്ഞ് ശരിയാക്കി തരുന്ന. കാരണം വാപ്പാനേക്കാൾ കാരുണ്യം ഉമ്മാക്കാണ്. എന്നാൽ ഈ ഉമ്മാനേക്കാൾ, സൃഷ്ടികളെക്കാൾ, എല്ലാത്തിനേക്കാൾ കാരുണ്യം റബ്ബുൽ ആലമീനാണെന്ന് പറഞ്ഞാൽ പിന്നെ അവനോട് പറയേണ്ട കാര്യം വേറെ ആരോടെങ്കിലും പറയുമോ? എന്നൊരു ഇടയന്മാർ നോക്കുവോ? അതുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്കുകൾ ഹുദൈബിയ സന്ധി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറഞ്ഞപ്പോ അത് എഴുതൂല മുഹമ്മദ് എന്ന് പറഞ്ഞു. കാരണം അത് എഴുതാൻ ഇതിന് എന്തെങ്കിലും ആക്കാം. ഇന്നെന്തിനാ ഞങ്ങൾക്ക് ഉസ്സ? കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ ഭീകരനാണ്, കാരുണ്യമില്ലാത്തവനാണ്. അവനിലേക്ക് അടുപ്പിക്കാനല്ല അവനേക്കാൾ കാരുണ്യമുള്ള ആത്തനെ പിടിക്കുന്നത്, അവനേക്കാൾ റഹ്മത്തുള്ള ഉസ്സനെ പിടിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവാണ് ഇവരെക്കാളെല്ലാം കരുണയുള്ള കരുണാനിധി കാരുണ്യമാണെങ്കിൽ ആ കാരുണ്യമാണ് ഞങ്ങളുടെ ഈ ആത്മീയബദ്ധമൊക്കെ വേണം. അതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അള്ളാഹാണ് ഞങ്ങൾ അംഗീകരിക്കാം. ബിസ്മിക റഹ്മാൻ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അള്ളാഹുവെ നിന്റെ പേര് അവനെ റഹ്മാൻ എഴുതാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു വിശേഷണമാണ് റഹ്മാൻ. ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഓരോന്നെടുത്താലും ആ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രത്യേകതയുണ്ട്, അത് നമ്മൾ സ്വാധീനമുണ്ട്. അതാണ് വാസ്തവത്തിൽ തൗഹീദിന്റെ സന്ദേശം. കാരണം അള്ളാഹു കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അവന്റെ വിശേഷണമാണ്. കേൾക്കുന്നവനാണ് അവൻ, സമീഅാണ്, ബസീറാണ്. പക്ഷെ ചിലർ പറയും
പടച്ചവന്റെ വിശേഷങ്ങളെ പടപ്പുകൾക്ക് ഉപയോഗിച്ചാൽ, പടച്ചവന്റെ സിഫത്തുകൾ പടപ്പുകൾക്ക് ഉപയോഗിച്ചാൽ പടച്ചോന്ന് പറയുമ്പോൾ പടപ്പുകളും പറയാം. വിഡ്ഢിത്തമാണത്, ബുദ്ധിയില്ലായ്മയാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ മനുഷ്യരെല്ലാവർക്കും സിഫത്തുണ്ട്. മുഹമ്മദ് നബിക്ക് അത്ര സിഫത്ത്, റഊഫ് റഹീം അതൊക്കെ മുഹമ്മദ് നബിയെ പറ്റി ഉപയോഗിച്ചു എന്നാ പറയുന്നത്. പിന്നെ മുഹമ്മദ് നബിക്ക് പടച്ചോന്റെ സ്ഥാനം കൊടുക്കാൻ അല്ല, എല്ലാ മനുഷ്യന്മാർക്കും അള്ളാന്റെ സിഫത്തുകൾ ചില പദങ്ങൾ അറബിയിൽ എല്ലാവർക്കും ഉപയോഗിക്കും. ചിലത് അള്ളാഹ്ക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. റഹ്മാൻ എന്ന വാക്ക് അള്ളാഹ്ക്ക് ഉപയോഗിക്കുള്ളൂ, റഹീം എന്ന് എല്ലാവർക്കും ഉപയോഗിക്കും. അപ്പൊ കാനബിൽ മുഅ്മിനീന റഹീം, റസൂൽ മുഅ്മിനു റഹീമുള്ളവനാണ്. അത് മാത്രമല്ല, ചിലപ്പോ ജന്തുക്കൾക്ക് പോലും റഹീം എന്ന് ഉപയോഗിച്ചു പോകും. ജന്തുക്കൾക്ക് പോലും യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് അറബിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് എങ്ങനെ നമുക്കറിയാം. പക്ഷെ അത് പദപ്രയോഗം നോക്കും നിങ്ങൾ. യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ട് അസുഖ കൊണ്ടുപോയി കിണറ്റ് കൊണ്ടിട്ടിട്ട് ചെന്നായ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ ചെന്നായ്മ ചോരൊക്കെ ഷർട്ടുമ ചോരൊക്കെ പരട്ടികൾ കൊണ്ടുവന്നിട്ട് പാപ്പാക്ക് തെളിവ് കൊടുത്തു. ഇതാ പാപ്പത്തി ചെന്നായ പിടിച്ച് കണ്ടോ യൂസുഫിനെ എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ പാപ്പാക്ക് ബുദ്ധിയുണ്ട്. പാപ്പ ഈ ഷർട്ടിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണ് കേട്ടോ, ഇന്ന ഹാദീബല റഹീം. ആ ചെന്നായനെ പറ്റി റഹീമിനെ ഉപയോഗിച്ചു. അത് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ചെന്നായ വല്ലാത്ത കരുണയുള്ള ചെന്നായ തന്നെയാണ്. കാരണം അക്കലാമഹു ഒരു ജഹർക്ക് സൗബഹു, എന്റെ കുട്ടിയെ ഇറച്ചിക്ക് തിന്നല്ലോ, കുപ്പായം കീറിയില്ലല്ലോ. എന്റെ കുട്ടിന്റെ ഇറച്ചിക്ക് പിടിച്ചു തിന്നല്ലോ, കുപ്പായത്തിന് ഒരു കീറലില്ല, ചോര മാത്രമേ ഉള്ളൂ. അപ്പൊ കുപ്പായം കീറാൻ മറന്നിക്കണ് കളത്തരം കാട്ടിയപ്പോഴേ. അപ്പോ ഈ റഹീം എന്ന വാക്കോട് ഉപയോഗിച്ച് ചെന്നായക്കാണ്. അത് പറയാറ് മനുഷ്യനെ പറഞ്ഞപ്പോൾ മനുഷ്യനെന്നാണ് പുരുഷബീജവും സ്ത്രീ അന്നവും ചെയ്ത അഭിഗുണത്വവും സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് കേൾവിയുള്ളതും സെമിയയും ബസീറാക്കിയിരിക്കുന്നു. സെമിയെ അള്ളാഹിനെ പറ്റി എന്ന് പറയുന്ന സിഫത്താണ്, ബസീർ അള്ളാഹിനെ പറ്റി പറയുന്ന സിഫത്താണ്. എല്ലാ മനുഷ്യരെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ വ്യത്യാസം എന്താണെന്നറിയാമോ? അള്ളാഹിനെ പോലെ വേറൊരുവനുമില്ല, അള്ളാഹിനെ പോലെ വേറെ യാതൊരു വസ്തുവുമില്ല. അവനാണ് കേൾക്കുന്നവൻ, അവനാണ് കാണുന്നവൻ എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടോ, ശബ്ദം മുഴുവൻ അവൻ കേൾക്കുന്നു. ഏതെങ്കിലും വസ്തുവുണ്ടോ, എല്ലാം അവൻ കാണുന്നു. അത് അവനാണ്, അത് വേറെ ആരുമില്ല. അതിന് തുല്യമായി ആരും തന്നെയില്ല. അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞാൽ നമ്മൾ ഇളകിയാൽ അള്ളാഹു കാണുന്നു, ഇളകാതിരുന്നാൽ കാണുന്നു. ശബ്ദിച്ചാൽ അള്ളാഹു കേൾക്കുന്നു, ശബ്ദിക്കാതിരുന്നാൽ അവൻ ശബ്ദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ വിചാരം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തയ്ക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ ശബ്ദത്തിന് മാറ്റമുണ്ടാകും, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതല്ലേ വാസ്തവത്തിൽ തൗഹീദിന്റെ സന്ദേശം? അത് ഉൾക്കൊള്ളാൻ മുവഹിദീങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നിലയ്ക്ക് അള്ളാഹുവിന്റെ അസ്മാ, അവന്റെ സിഫത്തുകൾ, നാമങ്ങൾ, അവന്റെ ഗുണങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കി അതിനായി വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു അല്ലാതെ ഇലാഹില്ല. എന്നാൽ ഇതിന് വ്യത്യസ്തം വരാൻ ചില സ്വഭാവത്തിലേക്ക് പോകാമല്ലോ. അള്ളാഹുവിനെ കൂടാതെ വേറെ ഇലാഹുകളാക്കുന്ന സ്വഭാവം ഖുർആൻ നമുക്ക് ചോദിക്കാണ്, എങ്ങനെ ഇലാഹാക്കാം? അമിത്തഹദു ആലിഹത്തൻ മിൻ ലർദിഹിം യുംശിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹുവിനെ പറഞ്ഞു തരാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, എന്താ ഈ മനുഷ്യന്മാർ ചെയ്യുന്നത്? അമിത്തഹദു ആലിഹത്തൻ മിൻ ലർദിഹിം യുംശിറൂൻ, ഈ ഭൂമിയുടെ ഭാഗമായ, ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഭൂമുഖത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അവരെയാണോ അവർ ദൈവങ്ങളാക്കി വെച്ചത്, ഇലാഹുകളാക്കി വെച്ചത്? ഈ പദാർത്ഥങ്ങൾക്ക് ഒതുങ്ങുന്നവനല്ല ഇലാഹ്, ഈ ഭൗതിക ശക്തി മാത്രമുള്ളവനല്ല ഇലാഹ്, ആ ഈ ഭൗതിക ശക്തിക്ക് അപ്പുറമുള്ളവനാണ്. എന്നിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന ഭൂമിയുടെ ഭാഗമായ വസ്തുക്കളെയോ അല്ലെ വ്യക്തികളെയാണോ ഇവർ ഇലാഹാക്കി വെച്ചത്? അമിത്തഹദു ആലിഹത്തമില്ലത് ഹും യുൻശിറൂൻ എന്നവർ സങ്കല്പമാണ്. എന്നിട്ട് ആ ഇലാഹയിൽ മരിച്ചവരെ ജീവിപ്പിക്കുത്രേ. ജീവനില്ലാത്തവന് ജീവൻ നൽകാൻ കഴിയുമായിരിക്കും, ചട്ടദേവത്തെ ജീവിപ്പിക്കാൻ. ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്ക് ജീവൻ നൽകാൻ ഈ ഇലാഹുകൾക്ക് കഴിയുന്നവരെ ഈ അന്ധവിശ്വാസികൾ വിശ്വസിക്കുകയാണ്. എന്നൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജീവൻ എന്താണെന്ന് ഇതുവരെ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് അവർ ജീവൻ നൽകുന്നു. ജീവൻ എന്താണെന്ന് ഇവർ മനസ്സിലായിട്ടില്ല. ഇതുവരെ മനുഷ്യന്മാർക്ക് എന്തെല്ലാം അറിവുണ്ടെങ്കിലും ശരി, എന്നും ജീവനെ പറ്റിയുള്ള അന്വേഷണമുണ്ട്. ഇസ്താലുനക്കാന്റെ റൂഹ് ഒരു റൂഹമിന്റെ ജീവനെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നു, എവിടുന്ന ജീവൻ തരുന്നു, എവിടേക്കാണ് പോകുന്നത്? പക്ഷെ നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല, അത് മനസ്സിലാവില്ല. ഒരു റൂഹമിന്റെ ഒപ്പി റബ്ബിന്റെ കൽപ്പനയാൽ വന്നു എന്ന് മനസ്സിലാക്കുക, അത്രേ വേണ്ടുള്ളൂ. നമ്മൾ ഈ ഭ്രൂണം വളർന്നു വരുമ്പോൾ അത് 4 മാസം ആകുമ്പോഴാണ് അത് ജീവന്റെ സ്പന്ദനം ഉണ്ടാകുന്നത്. അപ്പോഴാണ് റൂഹ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്?
ശരിയാണത്. അതുകൊണ്ട് തന്നെ ഇമാമുകൾ 4 മാസമായി കഴിഞ്ഞ കുട്ടി മരിച്ചാൽ പിന്നീട് മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ചില മധുഹബ് ഷാഫി മധുഹബിനുണ്ട് ആയിരിക്കട്ടെ. പക്ഷെ എന്നിരുന്നാലും അപ്പോഴാണ് റൂഹ് വരുന്നതെന്നർത്ഥം. അവിടുന്ന് അതുവരെ പദാർത്ഥങ്ങളുടെ മാറ്റമാണ്. പക്ഷെ ഈ മാറ്റം ഈ 104ാമത്തെ മാസമായപ്പോഴേക്ക് മറ്റൊരു സൃഷ്ടിയായി മാറിയത്. ആ സൃഷ്ടിക്കുന്ന സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണ്ണനാണ് അവൻ. അത് അവന്റെ ഒരു അനുഗ്രഹമാണ്. റബ്ബി, റബ്ബിന് കൽപ്പനയാൽ വരുന്ന ജീവൻ. എന്നാൽ ജീവൻ എന്താണ്? കലീല. അതിനെപ്പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അത് എപ്പോൾ നമുക്കറിയുള്ളൂ. ആ ജീവൻ വരുന്നു പോകുന്നല്ലാതെ എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു നമുക്കറിയില്ല. ഈ ജീവൻ നിയന്ത്രിക്കാൻ ആരെങ്കിലും കഴിയോ? അതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു നോക്കിയത്. ഞാനും ജീവിക്കുന്നവരിക്കുന്ന മകൻ വിഡ്ഢിത്തമരല്ലേ മരിപ്പ് ജീവിക്കുന്ന ജീവനാണറിയോ? അങ്ങനെ ജീവൻ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ പ്രപഞ്ചത്തിൽ നിയന്ത്രിക്കാൻ കഴിയണം, സൂര്യനെ നിയന്ത്രിക്കാൻ കഴിയണം, ചന്ദ്രനെ നിയന്ത്രിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ പോയത്തക്കാരനായ ഭരണാധികാരിയോട് പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുന്ന അന്ന് എന്റെ റബ്ബ് നന്നായി ജീവിപ്പിക്കുന്ന മരിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാ ഞാനും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. ചെയ്യലെങ്ങനെ? ഒരാളെ വെറുതെ പിടിച്ച് കൊല്ലാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് വധശിഷ്ടയ്ക്ക് ഉണ്ടാന്ന് പറയാം. അതല്ലല്ലോ വാസ്തവത്തിൽ ജീവിതം. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെയാണ് പ്രകൃതി ജീവൻ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണെങ്കിൽ അതിനേക്കാൾ ലളിതമാണല്ലോ ആ സൂര്യൻ നിയന്ത്രിക്കുന്നത്. ആ സൂര്യൻ നാളെ പടിഞ്ഞാറ് ഉദിപ്പിക്കുന്നത്. അപ്പോഴാണ് പ്രകൃതിയുടെ നിയമം അലംഘനീയമാണ്, അതാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല, പരസംബ്രാന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ വിഷയവും. അങ്ങനത്തെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആലിഹത്തുമില്ലവ, ഏകനായ ആ ദൈവമല്ലാതെ വേറെ ദൈവമുള്ള പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ ആകതാരമാറായി പോകും. കാരണം ഒരാൾക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുക, സൂര്യൻ നിയന്ത്രിക്കാനും സൂര്യൻ അങ്ങോട്ടാക്കാനും നക്ഷത്രം ഇങ്ങോട്ടാക്കാനും ചന്ദ്രൻ ഇങ്ങോട്ടാക്കാനും ഒരാൾ കഴിയുകയാണെങ്കിൽ പിന്നല്ല പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ ഉണ്ടാവുക. അത് ആഴമാനായി പോകും. എന്നിട്ട് പറയാണ് ആ ദൈവം അവിടേക്ക് എത്താൻ ആരും കഴിയില്ല. എന്നിട്ട് അവനെ പരിചയപ്പെടുകയാണ്, അവൻ ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടില്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോ നിയമവും അവന്റെ പ്രവർത്തനമാണ്. ആർക്കാണ് ചോദ്യം ചെയ്യാൻ കഴിയുക? ഈ സൂര്യൻ പടിഞ്ഞാറ് വരട്ടെ അല്ലെങ്കിൽ തെക്കുന്ന വരട്ടെ, അതല്ലെങ്കിൽ ഇവരുടെ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ ആർക്ക് സാധിക്കുമോ? സാധ്യമല്ല. പ്രാപഞ്ചിക വ്യവസ്ഥ പോലെ തന്നെയാണ് പടച്ചതമ്പുരാന്റെ സാന്മാർഗികമായ വ്യവസ്ഥകൾ. അത് മാറ്റാൻ പാടില്ല, പടച്ചവൻ തരുന്നതാണത്. മനുഷ്യൻ എവിടെ ജീവിക്കണം? ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ എവിടെ എങ്ങനെ ജീവിക്കണം? അവൻ എന്ത് ചെയ്യണം? അതവന്റെ സാന്മാർഗികമായ ആണ്. അത് രണ്ടും ഇസ്ലാമാണ്. പ്രപഞ്ചത്തിൽ നിയമങ്ങൾ അനുസരിക്കുന്നവൻ അത് ഇസ്ലാമാണ്. ആ നിയമം ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം അവൻ ഇസ്ലാമായിരിക്കാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ആ ഇസ്ലാമാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതം. അതുകൊണ്ടാണ് അല്ല മക്കളത്തിലക്കും ദീനക്കും നിങ്ങൾ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. റീത്തിലക്കും ഇസ്ലാമദീന, ഇസ്ലാം നിങ്ങളുടെ മതമായി തൃപ്തിപ്പെട്ടു. അതും മതത്തിന്റെ കാര്യത്തിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല. ശേഖിന് അധികാരമില്ല, നേതാവിന് അധികാരമില്ല, പണ്ഡിതന് അധികാരമില്ല, പടച്ചവരാണ് മാത്രം. അതുകൊണ്ടാണ് പടച്ചവനല്ലാത്തവരൊക്കെ മതനിയമങ്ങൾ പറഞ്ഞാൽ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? മറിച്ച് ശേഖ് മുരീദിനോട് പറയും ചോദ്യം ചെയ്യരുതേ. ശേഖിന്റെ മുന്നിൽ മുരീദ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുന്നിൽ മയ്യത്ത് എങ്ങനെ കഴിക്കണം? പണ്ഡിതന്റെ മുന്നിൽ ശിഷ്യൻ, അല്ലെങ്കിൽ നേതാവിന്റെ മുന്നിൽ അനുയായി, എന്തോ നേതാവ് പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ദിവ്യത്വന്റെ ആരോപണമാണ്, ശിർക്കാണത്. അത് അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ള സ്ഥലമുണ്ട്. അവൻ ചെയ്യുന്ന ചോദ്യമല്ല. ബാക്കിയുള്ളവരൊക്കെ ചെയ്താൽ എന്തിനു ചെയ്തു ചോദിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടിയിട്ടാണ് പറയുന്നത്. ദീനിന്റെ കാര്യങ്ങൾ മത പറയുമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, കാരണം വഹി കിട്ടിയിട്ടാണ് പറയുന്നത്. എന്നാൽ വഹി കിട്ടിയ സംശയം തോന്നുന്നെങ്കിലോ എന്തേ മുഹമ്മദ് നബി അങ്ങനെ ചോദിക്കണം? അല്ല, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമസ്കാരം 4 റക്അത്ത് നിസ്കരിക്കും, 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ സലാം കൂടി. അത് മുഹമ്മദ് നബി അല്ല, എന്തെങ്കിലും അങ്ങനെയല്ല, ചോദിക്കണം. ഇന്നും ചോദിച്ചാൽ എന്റെ നബിയെ നമസ്കാരം ചുരുങ്ങിയോ? കുറച്ചോണ്ട് ചുരുക്കിയോ? അതെല്ലാം മറന്നുപോകണോ? മനുഷ്യന്മാര് മറക്കാലോ, നബിക്ക് മറക്കാലോ? നബിക്ക് രണ്ട് ഓർമ്മല്ല, ചിലപ്പോൾ മനുഷ്യന്മാരെങ്ങനെയല്ലേ? അപ്പോ ഒരാൾ പറഞ്ഞു, ഒരാളെന്നെ പറയുമ്പോ അയാളെന്നെ കൊലപ്പെടുന്ന ഒരുപാട് ആളുകളല്ലേ, അത് ശരിയാണെന്ന് ചോദിച്ചു. ശരിയാണെന്ന് അംഗീകരിച്ചപ്പോൾ വേഗം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പറഞ്ഞു, ഇന്നമാണ് റസൂലുള്ളാഹി, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. അൻസാകമാറ്റൻസവും, നിങ്ങളൊക്കെ മറക്കുമ്പോൾ എനിക്കും മറക്കും. അതുകൊണ്ട് മുഹമ്മദ് നബി കൽപ്പിച്ചാലും മുഹമ്മദ് പറഞ്ഞാലും അത് എന്താ അങ്ങനെ പറയാം? പടച്ചോൻ വഹി വന്നിട്ടാണോ? അതല്ല മനുഷ്യൻ നിലയ്ക്ക് പറഞ്ഞതാണ്. മനുഷ്യൻ നിലക്ക് പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ.
മുഹമ്മദ് നബിന്റെ അഭിപ്രായത്തിൽ മാറാം, ഞാൻ ധാരാളമൊന്നുമില്ല. ബദർ യുദ്ധത്തിൽ എവിടെയാണ് സൈന്യം തമ്പടിക്കേണ്ടത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഇവിടെ നമുക്ക് തമ്പടിക്കാൻ സ്ഥലം കാണിച്ചു കൊടുത്തു. പക്ഷെ യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന ശരിയായി പറ്റി മനസ്സിലാക്കിയ സഹാബികൾ ചോദിച്ചു, അല്ല അള്ളാഹു റസൂല്, ഇവിടെ തന്നെയാണ് വേണ്ടത്, സൈന്യം തമ്പടിക്കേണ്ടത് ഇവിടെ തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണോ അത് അങ്ങയുടെ അഭിപ്രായമാണോ? എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായമാണ്. അതല്ല ഇതല്ല നല്ലത്. നബിയോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. കാരണം നബിയാണെന്ന് വിചാരിച്ചിട്ട് ചോദ്യം ചെയ്യാതെ അങ്ങനെ തന്നെ അനുകരിക്കല്ലേ, അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നബിയോട് ശരി നിങ്ങളെ അഭിപ്രായത്തിൽ നമുക്ക് മാറാം. അങ്ങനെ സ്ഥലം മാറി ശരിയായ ഉചിതമായ സ്ഥലത്ത് വെള്ളം കിട്ടുന്ന, ശത്രുക്കൾ വെള്ളം കിട്ടാത്ത മറ്റൊരു സ്ഥലത്തേക്ക് സൈന്യത്തിന്റെ സ്ഥാനം മാറ്റി. നബി അത് അംഗീകരിച്ചു. നബിക്ക് ആ കിബിറില്ല. ഞാൻ നബിയാണ്, ഞാൻ പറഞ്ഞു ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചോളാം എന്നുള്ള കിബിർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. നബി ഒരു മനുഷ്യൻ നിലക്ക് പറഞ്ഞാൽ തിരുത്താൻ തയ്യാറായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ സ്ഥലം മാറ്റി. അതേപോലെ ചില കാര്യത്തിൽ വഹി കിട്ടാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ അഭിപ്രായം പറയും. പക്ഷേ പരലോകത്തിന്റെ കാര്യത്തിലേ പറയില്ല. കാരണം പരലോകം എനിക്ക് ബുദ്ധിമുട്ട് ആലോചിച്ചാൽ കിട്ടൂലല്ലോ. ദുന്യാവിന്റെ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ വഹി കിട്ടിയപ്പോ പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞു, കള്ളു കുടിക്കരുത്. അത് ദുന്യാവിന്റെ ആഹ്ലത്തിന് കള്ളു കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അതേ വസ്ത്രത്തിൽ വഹി കിട്ടാതെയും പറയാം ദുന്യാവിന്റെ കാര്യം. അങ്ങനെ പറഞ്ഞാൽ അത് ചിലപ്പോ അങ്ങനെ തന്നെ സ്വീകരിച്ചോളന്നല്ല, മനുഷ്യനാണല്ലോ. അതുകൊണ്ടാണ് ഈത്തപ്പന കൃഷിക്കാരോട് ഈ ആൺകുലയുടെ കതിരെടുത്ത് പെൺകുലയിൽ കൊണ്ടുപോയി വെക്കുന്ന സമ്പ്രദായം കർഷകനല്ലാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി അറിയില്ല. അപ്പോ അതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ നബി പറഞ്ഞതല്ലേ, നബി പറഞ്ഞപ്പോ അതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ച ചിലവരൊക്കെ അത് അങ്ങനെ സ്വീകരിച്ചു. പക്ഷെ കൃഷി ഉൽപാദനം കുറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞു നബി നിങ്ങൾ പറഞ്ഞ കേട്ടോണ്ട് ഞങ്ങൾക്ക് ഉൽപാദനം കുറഞ്ഞു. അത് കേൾക്കാതെ ചെയ്തവർക്ക് ഉൽപാദനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാ അള്ളാഹു റസൂൽ പറഞ്ഞത്, ഇത് അമർത്തക്കും നമ്മുടെ ദീനിക്കും ഫഖൂഹു, നിങ്ങളുടെ ദീനിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കണം. ഒരു അമർത്തക്കും നമ്മുടെ ദുനിയാക്കും ഫൈനമാന വശമിലും, ഞാൻ നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്. കാരണം മനുഷ്യന്മാർക്ക് തെറ്റുപറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദുനിയാവിന്റെ കാര്യം, ആ കാര്യത്തിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അത് മുഹമ്മദ് നബി ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യാനില്ല. പക്ഷെ നബി ചെയ്ത് തെറ്റെഴുതുണ്ടാവില്ല കേട്ടോ. വഹദ് യുദ്ധത്തിൽ നബിയുടെ തലക്ക് മുറിവായപ്പോൾ അന്നത്തെ പതിവുണ്ടായിരുന്നു ഈത്തപ്പഴ ഓല കൊണ്ടുണ്ടാക്കിയ പായ തിരിച്ചു പൊരിച്ച് അത് മുറിയിലിട്ട. അതാണ് തിബുൻ നബി മുഹമ്മദ് നബിന്റെ ചികിത്സ പദാണെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും തലയിൽ മുറിവുണ്ടായാൽ ആ മുറിവ് വേണം ചെയ്യാതെ കണ്ട് എവിടെയെങ്കിലും പായ കഴിച്ചു കൊടുത്തിട്ട് മുറിവുണ്ട. കാരണം അതിന് നല്ല മരുന്ന് നമുക്ക് വെക്കാം. മുഹമ്മദ് നബി സംസാൻ പഠിച്ചത് ദുന്യാവിന്റെ കാര്യത്തിൽ ഇവിടെ ആരാണ് ദുന്യാവിൽ മുന്നോട്ട് പോയി പുരോഗതികൾ അവർ നോക്കണം. ഇപ്പൊ നബിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഈ സ്ത്രീകള് അവര് മുലകുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുമായി ശാരീരിക ബന്ധം പുലർത്തേണ്ട. കുട്ടികൾക്കും പെണ്ണിനും അമ്മാർക്കും ദോഷമാണ്. കാരണം മുലകുടിക്കല്ലേ റീലെത്തുന്നതിന് അവർക്ക് പറയാറില്ല. അപ്പൊ അത് നിരോധിച്ചാൽ എന്താ? കുട്ടികൾ മുലകുടിക്കുന്ന കാലത്ത് ഭാര്യ ഭർത്താക്കന്മാരുള്ള ആ ശാരീരിക ബന്ധം വേണ്ട എന്ന് നിരോധിച്ചാലോട് ആലോചിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നബി പറഞ്ഞു വേണ്ട. കാരണം പേർഷ്യക്കാരും ഓമക്കാരെ ചെയ്യുന്നില്ല നബി എടുക്കാൻ നോക്കിയത്. കാരണം അവിടെ ശാസ്ത്രം പുരോഗമിച്ച രാഷ്ട്രമാണല്ലോ. അത് അനന്ത പുരോഗതി അവിടെയാണ്. നബി പറഞ്ഞു വേണ്ട, ഞാനത് നിരോധിക്കുന്നില്ല. കാരണം അത് പേർഷ്യക്കാരും റോമക്കാരൊക്കെ ചെയ്യുന്നു, അവർക്ക് നമുക്ക് താറാവുന്നില്ല. അപ്പൊ ദുന്യാവിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടുത്തെ ദുന്യാവിന് ശാസ്ത്രം എവിടേക്ക് പോയോ അതാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഏത് ഇമാ പറഞ്ഞാലും അത് എന്തുകൊണ്ടും ചോദിക്കണം. അതല്ല ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇസ്തരമായ ഫലവും ഇസ്തരവും അവർ ചോദ്യം ചെയ്യപ്പെടും. അവർ അങ്ങനെ ചെയ്താൽ അത് എന്തുകൊണ്ട് ചെയ്തു? മുഹമ്മദ് നബി ചെയ്താലും ശരി, അബൂബക്കർ സിദ്ദീഖ് ചെയ്താലും ശരി, അത് എന്തുകൊണ്ട് ചെയ്തു അത് ചോദിക്കണം. അത് ശരിയാന്ന് വെക്കുക ഖുർആൻ അനുസരിച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ നബിയുടെ വഹി ചെയ്താന്ന് നബി പറയാണെങ്കിൽ അപ്പറല്ല, അങ്ങനെ തന്നെ സ്വീകരിക്കണം. പിന്നെയും പറഞ്ഞു അമിത്തഹുവിനും ദൂനില്ലാഹി ആലിഹത്തൻ, അള്ളാഹുവിന്റെ പറഞ്ഞ പിന്നെയും അവർ നിയമങ്ങൾ സ്വീകരിക്കണോ? ഖുൽഹാത്തു ബുർഹാനക്കും, തെളിവ് കൊണ്ടിലാണ് ദൈവങ്ങളുണ്ടെങ്കിൽ. കാരണം ഈ ദിവ്യശക്തിയുണ്ട്, ദൈവങ്ങൾ വേറെയുണ്ട് എന്ന് തെളിവ് വേണം. എങ്ങനെ തെളിവ്? ബുദ്ധിപരമായ തെളിവുണ്ടോ? ഇന്ന ആൾക്കുണ്ടായി കഴിയും നിങ്ങൾക്ക് അറിയോ? കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? വേറെ ഗ്രന്ഥത്തിലുള്ളോ? ഹാദാ ദിക്റുമന്നായ ഒരിക്രുമെന്ന് കബിലി, എന്റെ കൂടെയുള്ള സന്ദേശ ഖുർആൻ ഇതിലുണ്ടോ? ഇങ്ങനത്തെ കഴിവാറുകളുണ്ട്. അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഒരിക്രുമൻ കബിലി, ഇതിന് മുമ്പുള്ള വേറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിലുണ്ടോ ഈ സന്ദേശം? അങ്ങനെ ആർക്കെങ്കിലും മരിച്ചവരെ കേൾപ്പിക്കാനും ജീവിപ്പിക്കാനും അവർ ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാനുമുള്ള അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ അറിയുന്നുണ്ടെന്ന് വേറെ ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഖുൽഹാത്തു ബുർഹാനക്കും, തെളിവുകൾ കൊണ്ട് എന്ത് സാധ്യത സത്യം പറയുന്നതാണെങ്കിൽ അതില്ല. അതുകൊണ്ട് ആ സന്ദേശം അതിന് പറയുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പറയാണ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നുഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാൻ ഒരൊറ്റ റസൂലിന് മുമ്പ് അയച്ചിട്ടില്ല. വഹി കൊടുത്ത റസൂല് എല്ലാ മുസ്ലിംകൾക്കും വഹി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അല്ലാതെ ഞാനല്ലാതെ പറയില്ലാഹില്ല. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഭാഗത്തെടുക്കണം. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇലാഹിന്റെ ആ കഴിവ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ കേവലം ഭൗതിക കഴിവുള്ളവനല്ല ഇലാഹ്. അതിന് ഭൗതികത്തിന്റെ അപ്പുറമുള്ള കഴിവുണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ ഈ ഭൗതികത്തിന്റെ കഴിവുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അത് നാലെണ്ണം പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സമുദ്രത്തിന്റെ തിരമാല വന്ന് രണ്ട് കടലുകൾ തമ്മിൽ മറന്നൽ ബഹ്റൈനിൽ രണ്ട് കടലുകൾ യോജിക്കുക, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നിട്ട് അതിന്റെ ഇടയിലൊക്കെ ചോദിച്ചെന്നറിയാമോ? ചോദ്യം. അത് കഴിഞ്ഞിട്ട് വേറെ ചോദ്യം, ഇനിയും വേറെ ചോദ്യമാണ്. 5 ചോദ്യങ്ങളാണ്. 2 ചോദ്യം ചോദിച്ചു പ്രപഞ്ചത്തിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ 2 ചോദ്യം ചോദിച്ചു. 3ാമത്തെ ചോദ്യം എന്താ അറിയോ? അമ്മൻ ഖലീലൻ മാ തദക്കറൂൻ. അതാ പറയണത്. അമ്മൻ യുജീബുൽ മുത്തറഇദാഹു. ഒരു വിഷമഘട്ടത്തെ ഏർപ്പെട്ടവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ആരാണ് ഉത്തരം ചെയ്യുക? അതാണ് 3ാമത്തെ ചോദ്യം. നിങ്ങൾ ഇടങ്ങേറാകപ്പെട്ടു, കുടുക്കലാകപ്പെട്ടിരിക്കുന്നു. ആ കുടുക്കലാകപ്പെട്ടാൽ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആരുത്തരം ചെയ്യും? ആരാണ് ഉത്തരം ചെയ്യുക? എന്നിട്ട് ആ ഇടങ്ങൾ നിങ്ങൾക്ക് അവൻ തരണം ചെയ്തു തരും, അത് നീക്കിത്തരും. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ തലമുറക്കും. അതാണ് വൈദ്യാലിക്കും ഖുലഫാ അല്ലാതെ നിങ്ങൾ ഭൂമിയിലെ പ്രതിപുരുഷന്മാരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിവിടെ ഖലീഫാക്കി തിരിക്കാനല്ല. ഖലീഫ എന്നല്ല പറച്ചോണ്ട് പ്രതി ഉണ്ടാക്കാനല്ല, പറച്ചോണ്ടി ഉണ്ടാക്കി ചെയ്യാനല്ല, ഖലീഫത്തുള്ളതല്ല. കർണെന്നാണ് അതിന്റെ തഫ്സീർ. അത് ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മലക്കുകൾക്ക് അതില്ലല്ലോ. അതുകൊണ്ടാണ് മലക്കോട് പറഞ്ഞത് നല്ല മാതിരിയല്ല ഞാൻ ഖലീഫയാക്കാൻ പോണത്. മലക്കേട് ജിബ്രീലൊന്നും ജിബ്രീലായി വെക്കുക, അല്ലാതെ ഒരു മരിച്ചു പോയി വേറെ രീതിയിൽ കുട്ടികൾ വാക്കൾ വരലില്ല. അതുകൊണ്ട് കുട്ടികളും മക്കളുമായി വരുന്ന അങ്ങനത്തെ തലമുറ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഖലീഫാണ്. അതാണ് വിചാരിക്കും ഖുലഫാ അല്ലാതെ ഭൂമിയിലെ പ്രതിപുരുഷന്മാരാക്കി വെച്ചിരിക്കുന്നത് എല്ലാ തലമുറ. അതിന്റെ കാലത്ത് വിളിച്ചപ്പോൾ അവർക്ക് ഉത്തരം ചെയ്തു, വിഷമം തെരഞ്ഞു കൊടുത്തു. മോഹനം വിളിച്ചപ്പോൾ ഞാനിതാ പരാജയപ്പെട്ടിരിക്കുന്നു, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചപ്പോൾ മോഹനക്ക് ഉത്തരം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിലേക്ക് പോകുമ്പോൾ അപ്പോൾ റബ്ബെ എന്ന് വിളിച്ചപ്പോൾ റബ്ബിൽ ചോക്കലാക്കിയപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഓരോ കാലഘട്ടവും തലമുറയായിട്ട് അങ്ങനത്തെ ആരെങ്കിലും ഇലാഹുണ്ടോ? അതാണ് ഖലീലൻ മാ തദക്കറൂൻ. നമ്മൾ കുറച്ച് ആലോചിക്കുന്നുള്ളൂ, ആലോചിക്കാതെ പിന്നെയും വിളിക്കുന്നു. അള്ളാന്റെ ഖലീഫ ഇവിടെ ശിർക്കിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിന്റെ പുറമേയുള്ള ഇലാഹാക്കിയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അല്ലെങ്കിൽ സമതിയത്ത് ഇലാഹാണ് വിജയമാർ കൊടുക്കുന്നത്. സ്വയം കഴിവുള്ളവൻ അള്ളാഹു കൊടുത്താൽ വിശ്വസിച്ച ശിർക്കല്ല. ഇത് മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഈ പണ്ഡിതന്മാർ വേഷധാരികൾ പറയുന്ന കർമ്മമാണത്. കാരണം ശിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശിർക്കാണ്. തൗഹീദ് എന്താണെന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായതൊക്കെ ശിർക്കാണ്. അത് സമ്മത് മാത്രമല്ല. നിങ്ങൾ നോക്കായിരുന്നോ എന്താ തൗഹീദ്? അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു. എന്നിട്ട് നബിയെ ദൂതന്മാർ ഒന്ന് ചോദിക്കണം, റബ്ബിനെ ഒന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട, റബ്ബിനെ ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പൊ റബ്ബിനെ പരിചയപ്പെടുത്തി. അതാണ് തൗഹീദ്. എങ്ങനെ പരിചയപ്പെടുത്തിയത്? പറയൂ, അള്ള ഒറ്റ ഒരുവനേ ഉള്ളൂ. അതാണ് തൗഹീദ്. അള്ള ഒരുവനേ ഉള്ളൂ. 2 അള്ളാഹിനെ വിശ്വസിച്ച ശിർക്കാണ്, 2 ഇലാഹിനെ വിശ്വസിച്ച ശിർക്കാണ്. 2 ദൈവങ്ങളുണ്ട്, വെളിച്ചത്തിനും ഇരുട്ടിനും 2 ദൈവങ്ങൾ പറയില്ല നിങ്ങൾ. അതൊക്കെ നിങ്ങൾ ദൈവങ്ങൾ 3 കൂടി ചേർന്നാണ് പറയരുത്. പിതാവും പുത്രനും പരിശുദ്ധനാവും, അല്ലെങ്കിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും, ഈ 3 കൂടി ഒന്ന്, ഓരോരിൽ 3 തല പറയരുത് നിങ്ങൾ. അതൊക്കെ ശരിക്കാണ്. അതൊക്കെ കഫറല്ലതിനെ കാലു ഇന്നല്ലാഹ സാലിഹു സലാസ. ഈ ദൈവം എന്ന് പറഞ്ഞാൽ 3-ൽ ഒരുവനാണ് എന്ന് പറഞ്ഞവൻ 3 കൂടി കൂടിച്ചേർന്നാന്ന് പറയുന്നത് കാഫിർ സത്യനിഷേധികളാണ് അവർ. അതുകൊണ്ട് അഹദിനെതിരായി വന്നൊക്കെ ശിർക്ക് തന്നെയാണ്. അല്ലാഹു സമദ്, അവൻ സ്വാശ്രയനാണ്. അവന് വേറെ ആരെയും ആശ്രയമില്ല. പരശുരാമനാണ് സ്വയം നിലകൊള്ളുന്നു. സൃഷ്ടികൾക്ക് എല്ലാവർക്കും ആശ്രയമാണ്, സൃഷ്ടാവിന് മാത്രമേ ആശ്രയമില്ലാത്തുള്ളൂ. പക്ഷെ മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നു സൃഷ്ടാവിന്റെ കഴിവൊക്കെ സൃഷ്ടികൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് ശിർക്കെങ്കിൽ പിന്നെ ആരാണ് മുശ്രിക്കുന്നുള്ളത്? മക്കത്തെ മുശ്രിക്കുകളായാലും വിശ്വസിക്കുന്നത്.
കാരണം സൃഷ്ടികൾക്കുള്ള കഴിവൊക്കെ സൃഷ്ടാവ് കൊടുത്തതല്ലേ. അതുകൊണ്ടാ പറഞ്ഞു വെച്ച് ഐശ്വരിക്കൂന മാലായ ഐശ്വരിക്കൂന മാലായ ഹുലുക്കുശൈൻ, ഒന്നും സൃഷ്ടിക്കാത്തവരെയാണോ ഇവർ സൃഷ്ടാവിനോട് പങ്കുചേർക്കുന്നത്? അത് മാത്രമല്ല ഇവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സൃഷ്ടിക്കപ്പെട്ടവർക്കുള്ള കഴിവൊക്കെ സൃഷ്ടാവ് കൊടുത്തതല്ലേ. പിന്നെന്താ പുറത്തെ എടുത്ത് പറയാൻ? അതാണ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുകയാണ് ഇപ്പോ. ഈ അബൂജഹലിന്റെ ആ തൗഹീദ് അത് യഥാർത്ഥത്തിൽ ശിർക്കാണ്. കാരണം സൃഷ്ടികൾക്കുള്ള എല്ലാ കഴിവും സൃഷ്ടാവ് കൊടുത്തതാണ്. സൂര്യനായാലും ചന്ദ്രനായാലും നക്ഷത്രങ്ങളായാലും മനുഷ്യനായാലും മലക്കായാലും ജിന്നായാലും ശൈത്താനും ഇതൊക്കെ സൃഷ്ടികളാണ്. അവർക്കൊക്കെ ഉള്ള കഴിവ് പടച്ചവൻ കൊടുത്താണ്. അതുകൊണ്ട് എന്നാൽ സ്വയംഭുവായി സ്വയം കഴിവുള്ള അള്ളാഹു മാത്രം, അതാണ് സമ്മതം. അതിന് മാത്രം പങ്കുചേർത്താലേ ശിർക്കാവുള്ളൂ പറയണ്ട. ഇനി പറയുന്നു എല്ലാം വലുത് അവന് സന്താനങ്ങളില്ല, പടച്ചവന് സന്താനമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അതുകൊണ്ടാണ് ഇതില്ല. റഹ്മാൻ പറഞ്ഞാണ് അബ്ബൽ ആദിരീൻ. നബിയെ പറയൂ, പടച്ചോന് സന്താനം ഉണ്ടെങ്കിൽ ആദ്യം ഞാന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതില്ല. പടച്ചോന്റെ കുട്ടി പടച്ചോൻ തന്നെ ആവൂലേ? ഉണ്ടാവൂല. യൂലത് അവൻ 6 സന്താനങ്ങളായി ജനിച്ചിട്ടില്ല. ആരെയും സന്താനമായി ജനിച്ചവനല്ല അവൻ, മാതാപിതാക്കളുമില്ല. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലേ പടച്ചോന്റെ മക്കളുണ്ടെങ്കിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കേണ്ടി വരുമല്ലോ. അവൻ അങ്ങനെയല്ല, ഭരണത്തിന് മക്കളുടെ സ്വാധീനം നമുക്ക് അറിയില്ലേ, മാതാപിതാക്കളുടെ സ്വാധീനമില്ലേ? ഇതൊന്നും പ്രപഞ്ചത്തിന്റെ ഭരണത്തിന് പടച്ചോന്റെ അടുത്തില്ല. എന്നാലോ വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന്റെ കുഫ്വത്ത ആരുമില്ല. കുഫ്വത്ത എല്ലാം വിട്ടുകഴിഞ്ഞു. സഹധർമ്മിണിയില്ല, സഹപ്രവർത്തനയില്ല, സഹോദരനില്ല, സഹജീവിയില്ല. പടച്ചോനൊത്ത ആരുമില്ല. അവൻ കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ, അവൻ കാണുന്നവന് കാണുന്ന, ലോകത്തിൽ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ആരുമില്ല. അങ്ങനെ ഉണ്ട് വിശ്വജാലാണ് ശിർക്ക്. അപ്പൊ ഇത് തൗഹീദാണ്, വിരുദ്ധമായതൊക്കെ ശിർക്കാണ്. ഇത് ആ ശിർക്കിന്റെ നിർവചനം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ നിലയിൽ നോക്കായിരുന്നോ? എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ? ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വേണം, നമുക്ക് അറിയണം. അറിയുന്ന കാര്യങ്ങൾ അറിയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിൽ നമുക്ക് പക്ഷപാതം വർഗീയതൊന്നുമില്ല. നമുക്കൊരാള് അയാൾക്ക് മനുഷ്യരെ സംബന്ധിച്ച് നമുക്കറിയാം. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടികൾ മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യന്റെ കഴിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മനുഷ്യനെ അല്ലാഹു ആദരിച്ചിട്ടുള്ളത്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനൽ തയ്യിബാത്ത് വഫളൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ ഞാൻ ആദരിച്ചിരിക്കുന്നതാണ് പറയുന്നത്. എന്താണ് ആദരവ്? അവർക്ക് കഴിവ് കൊടുത്തു. അവരെ കടലിലും കരയിലും ഞാൻ വാഹനത്തിലേറ്റി. പടച്ചവൻ എങ്ങനെ ഏറ്റിയത്? ബുദ്ധി കൊടുത്തിന് ചിന്തിച്ച് വാഹനം കണ്ടുപിടിക്കാൻ, പക്ഷികളെ പോലെ അന്തരീക്ഷത്തിൽ പറക്കാൻ, മത്സ്യങ്ങളെ പോലെ വെള്ളത്തിൽ മുന്നിട്ട് പോകാൻ, വേഗതയിൽ കരത്തിന്റെ മുകളിൽ സഞ്ചരിക്കുവാൻ, ഇതൊക്കെ മനുഷ്യൻ ഈ വാഹനങ്ങൾ അള്ളാഹു ഏറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹു ബുദ്ധി കൊടുത്തായി ചിന്തിച്ച് വളർത്തിയെടുത്തു. വിശിഷ്ട വസ്തുക്കൾ ഞാൻ അവർക്ക് ആഹാരമായി നൽകി. മനുഷ്യന് പ്രത്യേകത എടുത്ത് പറയാണ്. മനുഷ്യന്റെ ഭക്ഷണത്തിൽ ശിലായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനും ഇന്നത്തെ കാലത്തെ മനുഷ്യനും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടോ? ആഹാരത്തിൽ മൃഗങ്ങൾക്ക് മാറിയിട്ടുണ്ടോ? മലക്കുകൾക്ക് മാറിയിട്ടുണ്ടോ? ജിന്നുകൾക്ക് മാറിയിട്ടുണ്ടോ? പിന്നെ വിളിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യന്റെ പ്രത്യേകത പറയാണ്. അപ്പൊ ആ മനുഷ്യന്റെ കീഴിലാണ് എല്ലാം. സഹലക്കും അത് സമാവാക്കുമല്ലാണ്. ആകാശങ്ങളും ഭൂമികളുമെല്ലാം നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്തൊക്കെയാണ് നമുക്കറിയാലോ. ഒരാൾക്ക് ഒരു രോഗത്തിന് ചികിത്സിക്കാൻ കഴിയും. അത് ഇന്ന രോഗത്തിനാണ്, അതിന് TB-ക്കാണ്, മറ്റാൾ ക്യാൻസറിനാണ്, അതല്ലെങ്കിൽ വേറെ ആൾക്ക് ഉദരസംബന്ധമായ രോഗത്തിനാണ്, മറ്റാൾ തല സംബന്ധ രോഗത്തിനാണ്, പല്ല് സംബന്ധ രോഗത്തിനാണ്. അറിയുമെങ്കിൽ അവരെ സമീപിക്കാം, സഹായം ചോദിക്കാം, താറാറില്ല. അത് പടച്ചോൻ കൊടുത്ത കഴിവ് പടച്ചോന്റെ തന്നെയാണ്. അത് യാതൊരു വിരോധമല്ല. പക്ഷേ നമുക്കറിയുന്നതായിരിക്കണം. അറിയാത്ത കാര്യങ്ങളാണെങ്കിലോ അത് വേറെ അള്ളാഹുലേക്ക് ചേർക്കാവോ? വലില്ലാഹി ഗൈബു സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും മറന്നതെല്ലാം അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ചെയ്തോളൂ. അത് മനുഷ്യനോടെയാണത്. നിങ്ങൾക്കറിയില്ലേ? പിന്നെ അത് അവിടെ ആ മലക്ക് ചെയ്തതാണ്, ആ ജിന്ന് ചെയ്തതാണ്, അതാണ് പറയരുത്. അത് വലില്ലാഹി ഗൈബു സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമികളിലെല്ലാം മറന്നത് അള്ളാഹുവിന്റേതാണ്. എല്ലാ കാര്യങ്ങളും അവനിലേക്കാണ് മടക്കപ്പെടുക, അള്ളാഹുലേക്ക് മടക്കുക. അതല്ലാതെ മലക്കിലേക്കല്ല, ജിന്നിലേക്കല്ല, ശൈത്താനിലെ വേറൊന്നിലേക്കൊന്നല്ല. അത് മനുഷ്യ അള്ളാഹുവിലേക്കാണ് മടക്കേണ്ടത്. അതുകൊണ്ട് അവന് മാത്രമേ ഭാഗത്തെടുക്കണം. ഈ ഒഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടോ
ഇന്ന ജിന്ന് ഒയ് പറയും, ഇന്ന മലക്ക് ഒയ് പറയും. അറിയുമോ? ഇല്ലല്ലോ. മലക്ക് ഒയ് പറയാത്തോണ്ടല്ലേ ഈ മനുഷ്യൻ എന്തിനാ മലക്കെന്ന് ചോദിച്ചപ്പോ ഓർത്തം എന്താ പറഞ്ഞത്? ഇനി അഹലവും മാറാത്ത നിങ്ങൾക്ക് അറിയാത്ത എനിക്കറിയാം. മലക്കുകൾക്ക് അറിയെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യോ? മലക്കുകൾക്ക് ഒയ് പറയില്ല എന്നല്ല പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് മലക്കിൽ എത്താൻ പാടില്ല, മലക്കിനോട് ചോദിക്കാൻ പാടില്ല. മലക്കൽ മൗത്തുണ്ട് ശരിയാ, പഠിച്ച സംവിധാനം എടുത്തൊക്കെ ശരിയാണ്. അതുകൊണ്ട് മരിക്കണേ, മലക്കൽ മൗത്ത് എനിക്ക് ആശം കിട്ടി തരണേ, അല്ല നീ കാണുന്ന മലക്കെ എനിക്ക് മല വിഷയം ചോദിക്കരുത്. അവിടെ ഞാൻ പറയും നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. അവിടെ നിന്നോട് മാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നത് അത് നിങ്ങൾ സംഘടന ചെയ്തുകൊള്ളുന്ന പുറത്ത് പറഞ്ഞിട്ട് ഭക്തിയുടെയും പുണ്യത്തിന്റെയും അടിസ്ഥാനം നിങ്ങൾ തമ്മിൽ സഹായിക്കൂ. അതുകൊണ്ട് ചോറുവളം അടുക്കളയിലുണ്ട്, അത് വളമ്പി തരാൻ വേണ്ടി ഉമ്മാരോട് പറയുന്ന അവിടുത്തെ പെണ്ണുങ്ങളോട് പറയാം, അല്ലെങ്കിൽ വേലക്കാരിയോട് പറയാമെന്നല്ലാതെ പടച്ചോനെ ആ പാത്രത്തെ ചോറിന് വളമ്പിക്കൊണ്ട് അത് പടച്ചോനല്ല പറയേണ്ടത്. അവിടെ ചായ ഇരിക്കുന്നത് പടച്ചോനെ ആ ചായ ഗ്ലാസ്സിൽ എടുത്തുകൊണ്ടാണല്ല പറയേണ്ടത്. അതേസമയം ഒഴിപ്പ് ചെയ്യാൻ നിരക്ക് എനിക്ക് ചായ തരാം, അരിസൊക്കെ തരാം, അത് ഡോക്ടറോട് ചോദിക്കണം. അപ്പൊ ഇങ്ങനെയുള്ളത് മനുഷ്യന്മാരുടെ കയ്യിൽ അറിയാം. അറിയില്ലെങ്കിലോ പടച്ചോനിലേക്ക്. അറിയാത്തൊരു കാര്യം വേറൊരാൾക്ക് ചേർത്താൻ നിനക്കറിയാത്തൊരു കാര്യം എന്നോട് പങ്കു ചേർക്കാൻ റബ്ബിലേക്ക് പങ്കു അള്ളാഹു പറഞ്ഞാണ്. നിനക്കറിയില്ല, വിളിച്ചാൽ റബ്ബ് കേൾക്കുന്നുണ്ട്. മൈദീശയ്ക്ക് വിളിച്ചാൽ കേൾക്കൂല, എനിക്കറിയില്ല. ഈ നേർച്ചയാക്കിയാൽ മൈദീശന നേർച്ച കാണുന്നുണ്ടോ അല്ലേ, ബദരീകൾ കാണുന്നുണ്ടോ അല്ലേ, ഗുരുവായൂരപ്പൻ കാണുന്നുണ്ടോ അല്ലേ, യേശു കാണുന്നുണ്ടോ അല്ലേ, അറിയില്ല. അതുകൊണ്ട് അവർക്ക് നേർച്ചയാക്കണം, അവർ പ്രാർത്ഥിക്കണം, അവർക്ക് ഒരുപാടാക്കണം, അവരെ സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്നും ബാക്കി നിർബന്ധിച്ചു കൊണ്ടാണ് ശരി പലാത്ത് ഉത്തേജം അനുസരിക്കരുത്. കാരണം നിനക്കറിയില്ലല്ലോ അത്. അതാണ് നിനക്കറിയാത്ത കാര്യം എന്നോട് പങ്കുചേർക്കാൻ നിന്റെ ഉമ്മയും മാപ്പയും നിർബന്ധിച്ചാലും ശരി അനുസരിച്ചു പോകരുത്. പക്ഷേ സാഹിബുമാവി ദുഞ്ഞാമാരാ, ദുഞ്ഞാവിന്റെ കാര്യം വേറെ, അത് നല്ല നിൽക്കുന്ന ആരോട് പെരുമാറണം. അത് ദുഞ്ഞാവ് തീരും വേറെയാണ്. ദുഞ്ഞാവിന് അത് ഉമ്മയുടെ വാപ്പയാണ്, അത് ഏത് മതക്കാരായാലും ശരി, മാതാപിതാക്കൾ തന്നെയാണ്. അവരോട് നല്ല നിലക്ക് മര്യാദക്ക് പെരുമാറണം. അപ്പൊ അറിവ്, നമ്മുടെ അറിവിനപ്പുറമുള്ളത് ഒഴിവ്, അത് അള്ളാഹുവിനാണ്. ഒലില്ലാഹി ഗൈബു സ്സമാവാതി വൽ അർദ് അവനിലേക്ക് നിങ്ങൾ അവരെ ഭാഗത്തെടുക്കുക. കൊണ്ടുപോകും എല്ലാ കാര്യം അവനിലേക്ക് മടക്കപ്പെടണം. താഴ്ബുദു അതുകൊണ്ട് അവനെ ഭാഗത്തെടുക്കുക. ഇങ്ങനെ പ്രവർത്തനമാണ് ഭാഗത്തെങ്കിൽ പ്രവർത്തിക്കാതിരിക്കണോ ഈ ഒഴിവിൽ നമ്മൾ ആകമാന വെച്ചിട്ട് ഇനി ഒന്നും ചെയ്യേണ്ടയില്ല എന്ന് വിചാരിച്ചാലോ അതിനാ തവക്കൽ എന്ന് പറയാം. അത് തവക്കല്ലേ അവരിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എല്ലാം പ്രവർത്തിച്ചു. ഇനി ആര് നോക്കണം? അള്ളാഹു നോക്കണം. മറന്ന കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കാവൂ. നിങ്ങൾ നോക്കായിരുന്നോ? മറിയം റളിയല്ലാഹു അൻഹ അവർ അള്ളാഹുവിനെ ഭാഗത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധനാനിരതയായിരിക്കുന്ന സമയത്ത് അന്ന് ആരെന്നെ അങ്ങൊന്നും കിട്ടാത്തൊരു ആഹാരം മറിയമിന്റെ മുന്നിൽ കാണുന്നു. കാണുന്ന ഒരു പ്രവാചകനാണ് സക്കരിയ നബി അലൈഹി സ്വലാം. അവർക്ക് മനസ്സിലായത് എവിടുന്ന വന്നത്. മറിയം എന്ന് ചോദിച്ചു, അന്നാലേക്ക് ഹാദാ, അല്ല മറിയം എവിടുന്നാണ് വന്നത്? മറിയം എന്താ പറഞ്ഞത്? കാലത്ത് ഹൂമിനെന്തില്ല, അള്ളാഹ് എടുത്തു വന്നല്ലാതെ വേറെ ഇവിടുന്ന പറയാം. ആരും ഒരുമിച്ചാകും പറയാൻ കഴിയോ? ഇങ്ങനെ വന്നാന്ന് പറയാൻ കഴിയോ? അത് അറിയില്ല, അള്ളാഹുവിലേക്ക് ചേർക്കുന്നു. ഹൂമിനെന്തില്ല, അത് അള്ളാഹിന്റെ പക്കൽ നിന്ന്. അതേ പ്രകാരം ഓരോരുത്തരും നമ്മൾ മനുഷ്യ കഴിവ് പ്രകാരം ചെയ്താൽ നബിയോട് പറഞ്ഞു, നബി എറിഞ്ഞപ്പോൾ ഇത് റമയിത്ത നബിയെ നിങ്ങൾ എറിഞ്ഞപ്പോൾ വന്നു. എറിഞ്ഞ നബിയാണ്, നബിക്കറിയാം മണ്ണ് വാരാൻ അറിയാം, എറിയാനറിയാം. പക്ഷെ ആ എറിഞ്ഞ് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷെ മുഹമ്മദ് നബി ഒരു പരിധിയും പരിമിതിയില്ലാത്ത ഏറ് ഒരിക്കൽ മണ്ണെടുത്താൽ ഇട്ടപ്പോ എല്ലാവരും കണ്ണിൽ കൊണ്ടുപോയി. അതൊരു മനുഷ്യന്റെ കഴിവല്ലല്ലോ. പക്ഷെ അത് എറിഞ്ഞുണ്ടായത് ഒമാ റമയിത്ത ഇത് റമയിത്ത വലാകിന്ന അല്ലാഹു റമ, അതല്ല എറിഞ്ഞത്. അത് അസാധാരണമാണ്, അത് ഭൗതികമാണ്, അദൃശ്യമാണ്. അത് അള്ളാഹുവിലേക്ക് ചേർക്കണം. അതേ പ്രകാരം തന്നെ അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവൻ ഗർഭാശയത്തിൽ നിന്നുള്ള കുട്ടികളെ അവനാണ് നിയന്ത്രിക്കുന്നത്. ഏത് രൂപത്തിലാവണം, കറുത്തതാണോ, വെളുത്താണോ, ബുദ്ധിയുള്ളതാവണോ, അതല്ല രോഗമുള്ളതാവണോ, അതല്ല വൈകല്യങ്ങളുള്ളതാവണോ, ഇതൊക്കെ പടച്ചോൻ നിയന്ത്രണമാണ്. അത് അവന്റേതാണ്. എന്നാൽ അതേ അവസരത്തിൽ ഈ തൗഹീദ് മനസ്സിലാക്കിയവർ, അറിവുള്ളവർ, ഒരു കുട്ടി മഹ്തൂനായാണ് ജനിക്കുന്നത്, സുന്നത്ത് ചേലാകർമ്മം നയിക്കാത്ത ഒരു കുട്ടിയായി ജനിക്കുന്നു. എനിക്ക് ലജ്ജ തോന്നി. മദനികളും സുന്നതികളും പോലൊക്കെ ആളുകൾ പണ്ഡിതന്മാരല്ലേ, അവർ പറയാ അത് ഗർഭാശയത്തിൽ ജിന്ന് സുന്നത്ത് കഴിച്ചാണ്, ജിന്ന് സുന്നത്ത് കഴിച്ചാണ്. ഒരു കുട്ടി മഹ്തൂനായി ചേലാകർമ്മയായി ജനിച്ചപ്പോൾ
എവിടുന്നാണ് മനസ്സിലാകുന്നത്, എവിടുന്നാണ് കിട്ടുന്നത്? അതാണ് ആ അപ്പുറം മറന്ന കാര്യം. അള്ളാഹുവിലേക്ക് അവൻ ആരോപണം കളിക്കുന്നുള്ളത് നമുക്ക് എന്താ പറയാൻ കഴിയാ? ഓല്ല മുസവർക്കുമില്ല റഹാം, ഗർഭാശയത്തിൽ വെച്ച് ആ കുട്ടിക്ക് അങ്ങനെയാണ് അള്ളാഹു രൂപം നൽകിയത്. അതല്ലാതെ വേറെ രൂപം നൽകുന്ന അറിയാൻ പറ്റുമോ? അത് ജിന്ന് കഴിച്ചതാണ്, മറ്റൊരു തേച്ചാൽ എവിടെ വരും കിട്ടുന്നത്? അപ്പൊ അത്തരം കാര്യങ്ങൾ ചേർക്കാൻ പാടില്ല. നമ്മൾ മറന്നതൊക്കെ അള്ളാഹുലേക്ക് ചേർക്കാൻ പാടുള്ളൂ, വേറെയിലേക്ക് മറന്ന് ചേർക്കരുത്. അതേ പ്രകാരം തന്നെ ബലമേൽപ്പിക്കുന്നത് തവക്കലി, അള്ളാഹു ബലമേൽപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ ബാക്കി ആരാ നോക്കേണ്ടത്? അള്ളാഹു നോക്കണം. ഇതെല്ലാം നോക്കാൻ ആരെങ്കിലും മറന്നു കയറിയോ? ഒരു നോക്കിയായിരുന്നോ? ഇപ്പോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ജിന്ന് ശൈത്താനൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും വന്നാൽ, പണ്ടത്തെ മുസ്ലിംകളിൽ ബോധമുണ്ടായിരുന്നു, ഈ മനുഷ്യന്മാരുമായി തന്നെ ഈ ജിന്നുകളൊക്കെ ഓരോ സ്ഥലത്തിനെ വ്യാപിച്ചു കിടക്കുകയാണ്. അവർ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ മനുഷ്യനായ കാരണവന്മാരുണ്ടാവത്ത്, അമീർ ഉണ്ടാവത്ത്, വലിയ കുറേശ്ശി നേതാവ്, ഗോത്ര നേതാവ് ഉണ്ടാവും. അയാൾ പോയി പറയും, ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്, എന്റെ കുടുംബം ഇവിടെ താമസിക്കുന്നത്, വേണ്ട സൗകര്യമൊക്കെ ചെയ്യണം, അതൊരാവശ്യമാണ്. പക്ഷേ അത് മനുഷ്യനാണോ പറയാമല്ലോ. പക്ഷെ അവർക്ക് വേറെ സ്വഭാവം ഉണ്ടായിരുന്നു, കാണാത്ത ജിന്നുണ്ട് അവിടെ. ആ ജിന്നിനോടും സഹായം തേടും. ഖുർആൻ അതാ പറഞ്ഞത്, അവരതാ ചില മനുഷ്യന്മാര് ജിന്നിനോട് സഹായം തേടുന്നു, ഞങ്ങളെ കാക്കണേ, ഞങ്ങൾ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്തിആദത്ത് ജിന്നിനോട്. ജിന്ന്, അതെ, അത് അള്ളാഹുവിന് ജിന്നിനെ പങ്കാളികളാക്കി വെച്ചു. അള്ളാഹിനോട് പറയേണ്ടതാണ് മറന്ന കാര്യങ്ങളൊക്കെ അള്ളാഹിനെ ഏൽപ്പിക്കേണ്ടത്, അത് ജിന്നിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ജിന്ന, അവർ ജിന്നിനെയാണ് അള്ളാഹുവിന് ശരീക്കന്മാരാക്കി വെച്ചത്. അപ്പൊ അങ്ങനെ വെച്ചാൽ അത് ശിർക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതുവരെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു മനുഷ്യ കഴിവിനപ്പുറമുള്ളതെല്ലാം അള്ളാഹുവാണ് എന്ന്. പക്ഷെ ഇപ്പൊ ചില പണ്ഡിതന്മാർ വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, അതുകൊണ്ട് സൃഷ്ടികളുടെ കഴിവ് എന്ന് പറയണം. എല്ലാം എല്ലാ ഭൗതിക ആരാധകന്മാരും സൂര്യാരാധകന്മാര് സൂര്യന്റെ കഴിവ് പടത്തോട്ട് കൈവാങ്ങാറ്റാ സൂര്യന്റെ മുന്നിൽ കൈവൂപ്പിടുന്നത്, നക്ഷത്രങ്ങളുടെ കൈവൂപ്പുന്നത്. അതുകൊണ്ടാണ് പാല് തരുന്ന പശുവിന്റെ മുന്നിലും വെള്ളം തരുന്ന ഗംഗയുടെയും യമുനയുടെയും മുന്നിൽ എല്ലാ സൃഷ്ടിപ്പോലൊക്കെ തുടങ്ങിയത് സൃഷ്ടാവ് കൊടുത്ത കൈവാണ്. അത് നമുക്ക് കിട്ടാൻ വേണ്ടി അവരെ ബഹുമാനിക്കാതിരിക്കുക. ശൈത്താനെ പൂജിച്ചാൽ ശൈത്താനും കൂടി ഉപകാരം ചെയ്യുന്ന പറയണത്. പക്ഷെ അതാണ് ശൈത്താന്റെ പണി, ശൈത്താന്റെ ഏറ്റവും ഇല്ലാതെ പറയുന്നത്. അവിടെയാണ് ശൈത്താന്റെ പ്രവർത്തനം. കാരണം നമ്മുടെ വിശ്വാസത്തിൽ മനസ്സിന്റെ വിശ്വാസം എന്നിട്ട് ഇത് അള്ളാഹുവിൽ നിന്ന് മറ്റുള്ളവർക്ക് തിരിച്ചു പോകാറുണ്ടല്ലോ, അവിടെയാണ് ശൈത്താന്റെ പ്രവർത്തനം. അതുകൊണ്ട് അത് ജിന്നിലേക്കോ മലക്കിലേക്കോ മരിച്ചവരിലേക്കോ എവിടേക്ക് വിളിച്ചാലും വിജയം ശൈത്താനാണ്. റബ്ബിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് സ്ത്രീ ദേവതകളോട്, അല്ലെങ്കിൽ സ്ത്രീ രംഗത്തോട്, അല്ലെങ്കിൽ മരിച്ചവരോട്, അല്ലെങ്കിൽ മലക്കുകളോട്. മലക്കുകളെ അവർ പെണ്ണുങ്ങളാക്കിയത്. അത് പൗത്ത പരമകാരുണ്യത്തിന്റെ അടിമകളായ മലക്കുകളെ പെണ്ണുങ്ങളാക്കി വെച്ചവര്. എന്നിട്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചു. മലക്കുകളെ വെച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി പൂജിപ്പിച്ചു. വാസ്തവത്തിൽ ആ മലക്കുകളുണ്ടാവില്ല ശൈത്താനം മരീത, ധിക്കാരിയായ ശൈത്താനോ അല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. അവിടെയാണ് ശൈത്താനായാലും കൊണ്ടുപോകുന്നത്. ഈ ജിന്നിനൊക്കെ നമ്മൾ മറന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ നടക്കുന്ന കാര്യം ഓരോന്നൊക്കെ ജിന്നിങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ പടച്ചോ നമുക്ക് ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞല്ലേ. മനുഷ്യന്മാർക്ക് ജിന്നിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ജിന്നിന് മനുഷ്യന്മാരെ അങ്ങോട്ട് കീഴ്പ്പെടുത്തി കൊടുക്കുന്ന തരത്തിലല്ലോ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ എല്ലാ ശൈത്താന്മാരും എല്ലാ കാര്യവും അത് കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അത് ഉപയോഗപ്പെടുത്തി. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അത് വേറെ ആരും കൊടുത്തിട്ടില്ല, വേറെ ആർക്കും ഇല്ലാന്നല്ല പറഞ്ഞത്. പക്ഷെ ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജിന്നുകളെ കൊണ്ട് ശൈത്താന്മാരെ കൊണ്ട് വേറെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് അള്ളാഹു എടുത്തു. ഈ ജിന്നുകൾക്ക് മനസ്സിലായില്ല. ഇവരിങ്ങനെ സുലൈമാൻ നബി ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കിയിരിക്കാൻ ഇരിക്കുകയാണ്, അവരെങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ചെങ്കോൽ പിടിച്ച് സിംഹാസനം ഇരിക്കുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരിച്ചു എന്ന് മനസ്സിലായത് ചെങ്കോലിന്റെ അടിയിൽ ചതിൽ പിടിച്ചു വീണു. കോല് അടിവീണപ്പോ സുലൈമാൻ നബി വീണു. എന്താണ് ഈ ജിന്നുകൾക്ക് മറന്ന കാര്യം അറിയുമെങ്കിൽ ഈ ശിക്ഷയില്ലെങ്കിൽ ഇന്ന ശിക്ഷയിൽ കഴിഞ്ഞുകൂടൂ. പഠിച്ചുകൂടെ ജിന്നുകൾക്ക് മറന്ന കാര്യം അറിയില്ല. അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന അല്ലാഹു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ തവക്കലാക്കുക. ചൈത്താന്റെ പേരിൽ തവക്കലാക്കണ്ട, ജിന്നിന്റെ പേരിൽ തവക്കലാക്കണ്ട. വീട് ഇങ്ങനെ കയറ്റിയിട്ടേ സുഖമായിട്ട് നല്ല വീടൊക്കെ ആക്കി. ആ വീട് നല്ല എഞ്ചിനീയറാണ്, നല്ല പടമാണ്, നല്ല എല്ലാം വളരെ ഭദ്രമാണ്. പക്ഷെ എന്നിട്ടോ ആരെങ്കിലും തുറച്ചു നോക്കിയിട്ട് അതാ തള്ളിയിട്ടാലോ, അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീഴ്ത്തിയാലോ, അതിന് നോക്കാൻ വേണ്ടി ഒരു താക്കോലുണ്ടാക്കി.
അല്ലെങ്കിൽ മണ്ടക്കാലത്ത് കുറച്ച് ചുണ്ണാമ്പ് വെച്ചു, നീ ഒഴിക്കോന്നാ വിട്ടു. നീ നോക്കേണ്ടതാരെന്നറിയോ? ഈ മണ്ടക്കാരം അല്ലെങ്കിൽ ഈ വേക്കോനം, അത് ഈ കെട്ടിയവൻ തല്ലിടാണ്. അല്ലെങ്കിൽ നല്ല പച്ചക്കറി ഉണ്ടാക്കി ആ പച്ചക്കറി നശിപ്പിക്കാനേ എല്ലാ സുരക്ഷിതത്വം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും നിൽക്കാലോ, അതിനോട് വേക്കോൽ ഉണ്ടാക്കി വെച്ച് കേര കഷ്ണം കൊണ്ടൊക്കെ നീ നോക്കാൻ വേണ്ടി വെച്ചതാണ്. അതാണ് അതിൽ തവക്കുൽ. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ അതിലേക്കാണ് അവർ ഏൽപ്പിക്കുന്നത്. നല്ല കസയെന്നൊക്കെ മുക്കിലാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കെട്ടിത്തൂക്കിയാൽ അതിലേക്ക് തവക്കുലാക്കി. വീടിന്റെ മുകളിൽ കുപ്പിയിൽ എലി തൂക്കിയിട്ട് കുപ്പി കെട്ടിട്ടാൽ അതാണ് തവക്കുൽ. ആ കുപ്പിയിലാ തവക്കുല്. അത് ചെയ്യരുതേ, റബ്ബിൽ തവക്കുലാക്കുക. അതേപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിനെ വരമേൽപ്പിച്ചിരിക്കുന്ന ഇറങ്ങുക, അവന് വരമേൽപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കാക്ക അങ്ങോട്ട് പറഞ്ഞു അല്ലെങ്കിൽ പൂച്ച ഇങ്ങോട്ട് ഓടി, ഇതൊക്കെ ആയാൽ വിശ്വാസത്തിന് തൗഹീദിനെതിരാണത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കാര്യങ്ങൾ യഥാർത്ഥ തൗഹീദിൽ വന്നാൽ എല്ലാം അതിന്റെ ഓരോന്നും അതിന്റെ കാര്യകാരണപ്രകാരം പോയി, ബാക്കിയെല്ലാം അള്ളാഹു വരമേൽപ്പിക്കുന്നു. അതിൽ ഏറ്റവും വലിയ തൗഹീദ് സ്വീകരിച്ചാൽ തൗഹീദ് കൊണ്ട് സ്വർഗത്തിൽ കിടക്കൂ. അത് മാത്രമല്ല, തൗഹീദ് ഉൾക്കൊണ്ടാൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് കിട്ടൂ. പടച്ചതമ്പുരാൻ അവൻ കാണുമ്പോൾ ഇവിടുത്തെ ആൾബലം നോക്കണ്ട, ശക്തി നോക്കണ്ട, ഭൗതിക ശക്തി നോക്കണ്ട, ആൾബലം നോക്കണ്ട. മഹ്ശറയിൽ നിൽക്കുമ്പോഴേ, മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും മഹ്ശറയിൽ നിൽക്കണം. ഓരോരുത്തരും ഓരോ ശൈഖനെയും ഓരോ ജിന്നിനെയും ഓരോന്നിനെയും സൂര്യനും ചന്ദ്രനൊക്കെ ആരാധിച്ചവരുണ്ട്. ഒരു വിളിയാളം കേൾക്കാണ്, ഓരോ ജനവിഭാഗം ആർക്ക് ഭാഗത്തെടുത്ത് അവരെ കൂടെ പോട്ടെ മഹ്ശറയിൽ. അപ്പൊ ഓരോരുത്തർ ഈസാ നബിനെ നോക്കി പോണു, ഇബ്രാഹിം നബിനെ നോക്കി പോണു, മറ്റേ ശേഖന്മാരും ഒക്കെ നോക്കി പോണു. കുറച്ചാളുകൾ ഇളയില്ല. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവര് അള്ളാഹ് തൗഹീദ് അംഗീകരിച്ചവരാണ്. അവർക്ക് ഇളക്കമില്ല. അവർ അവിടെ തന്നെ നിൽക്കുന്നു. ആ വീണ്ടും ഒരിക്കലും ഓരോ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ ഒരു കൂട്ടർ ഇളകാതെ നിൽക്കുന്നുണ്ടല്ലോ. അവരോട് ചോദിച്ചു, അല്ല കൂട്ടർ എങ്ങനെ എന്താ നിൽക്കുന്നത്? എല്ലാരും ഇങ്ങനെ പോകുന്നു. അപ്പൊ അവരുടെ മറുപടിയാണ് ഒരു വിളിയാളൻ വിളിച്ചു പറയുമ്പോൾ കേട്ടിരിക്കുന്നു. ഓരോരുത്തരും അവർക്ക് ഇബാദത്തെടുത്തതിന്റെ ആകട്ടെ, ഞങ്ങൾ ഇബാദത്തെടുത്തൊരുത്തനുണ്ട്, ഓനെ കാണണം. ഞങ്ങൾക്ക് ഞങ്ങൾ ഇബാദത്തെടുത്തൊരുവനുണ്ട്, ആ ഒരുവനെ ഞങ്ങൾ കാണണം. ഞങ്ങൾ അവനെയാണ് പ്രതീക്ഷിക്കുന്നത്. അവനെ കാണും. ഞങ്ങൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാണുന്നു. അപ്പൊ വീണ്ടും പിന്നെയും ഇവരിങ്ങനെ മറ്റൊരുങ്ങനെ ഇവരുമായി ഇളയാതൊക്കെ അവർക്ക് യാത്ര ഇളക്കമല്ല. അവർ തന്നെ കുറച്ചാളുള്ളൂ. അതുപോലെ എന്റെ കൂട്ടി നിങ്ങൾ ഇവർത്തനങ്ങൾ കുറച്ചാളുള്ളൂ. ഉല്ലാസഹബു മനുഷ്യന്മാരൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞല്ലോ. എല്ലാവരും പോയി കഴിഞ്ഞു, നിങ്ങൾ മാത്രം പഠിക്കണേ. ആ മനുഷ്യന്മാർ അതിന്റെ മറുപടിയാണ്. നാശരി പറഞ്ഞ മറുപടി സഹീൽ ബുഖാരി നമുക്ക് 3 സ്ഥലത്തിന്റെ അതി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് അല്ല, മനുഷ്യന്മാരോ തിരക്കനാകും ഹാബിറ്റും. മനുഷ്യന്മാർ ഞങ്ങൾ പണ്ടേ വിട്ടിട്ടുണ്ട് ഓലെ കൊണ്ടെങ്കിലും കഴിയുന്ന കാലത്ത്. ഓലെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാലത്ത് തന്നെ ഞങ്ങൾ ഈ മനുഷ്യന്മാരെ കൂടെ വന്നിട്ടില്ല. അന്നും ഞങ്ങൾ വേറെ ഒറ്റക്കുന്ന കുറച്ചെങ്കിലുണ്ട് അവിടെ ഒരു ചെറിയ ന്യൂനപക്ഷം. ഉറച്ച വചനം മാറ്റമില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനത്തിൽ ഈ ദുനിയാവിൽ ഞങ്ങൾ ഉറച്ചുന്നവരാണ്. ഒരു ശൈഖിന്റെ പിന്നാലെയും ഒരു ജിന്നിന്റെ പിന്നാലെയും ഒരു മലക്കിന്റെ പിന്നാലെയും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ റബ്ബിനെ മാത്രം ആരാധിച്ച് ഉറച്ചുന്നവരാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് റബ്ബിനെ കാണണം. അപ്പോൾ ആ റബ്ബിനാല് എന്നാ ഞാൻ തന്നെ റബ്ബ് എന്നാണ് പറഞ്ഞ് റബ്ബ് പ്രത്യക്ഷപ്പെട്ടു കൊടുക്കുകയാണ്. അവരെ പിന്നെയും പരീക്ഷിക്കുകയാണ്. പക്ഷേ അവരോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ആ വിധത്തിലല്ല ദർശനം. അപ്പോൾ നീ ഞങ്ങളുടെ റബ്ബാണ്, ഞാനാണല്ലോ റബ്ബ് എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞങ്ങളുടെ റബ്ബൊന്നും അല്ല, ഞങ്ങളുടെ റബ്ബ് എങ്ങനെ കാണാൻ ഞങ്ങൾക്ക് അള്ളാഹ് റസൂലിനെ പറഞ്ഞാൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നക്കും സത്തറവുന്ന റബ്ബക്കും കമാ തറവൽ ബദർ ലൈലത്തുൽ ഖമർ, കമാ തറവൽ ഖമർ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നില്ല, അതുപോലെ കാണും. അങ്ങനെ ഞങ്ങൾ റബ്ബിനെ കാണാൻ. ശരി, അപ്പൊ ആ റബ്ബിന് അതേ പ്രകാരം തന്നെയാണ് കാണുന്നത്. പടച്ചോനെ കാണുന്നതോട് കൂടിയതാ അന്റെ റബ്ബുനാന്റെ ഇലാഹുനാന്റെ മഅബൂദനാ ഒറ്റവിടി നീ എന്നെ റബ്ബ്, ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ ഇലാഹ്. അപ്പൊ ചോദിച്ചു, അതിന് വല്ല അടയാളം ഉണ്ടോ നിങ്ങളെ അടുത്ത്? അല്ലെന്തൊക്കെ ആയ നിങ്ങൾക്ക് വല്ല അടയാളം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. റബ്ബിന്റെ അടുത്ത് എന്നാൽ റബ്ബിന് ഞങ്ങൾ സുജൂദ് ചെയ്യും. അപ്പോഴാണ് റബ്ബിന്റെ തൃപ്പാദത്തിൽ അതാ റബ്ബിന്റെ തൃപ്പാദത്തിൽ സാക്ഷാംഗം നമിക്കാൻ വേണ്ടി അവർ വിളിക്കപ്പെടുമ്പോൾ അത് സുജൂദ് ചെയ്യുന്നു. പക്ഷേ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് ഇബാദത്തില്ലെങ്കിൽ, നമസ്കാരമില്ലെങ്കിൽ, സുജൂദില്ലെങ്കിൽ ഫലായസ്തത്തിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ വെറുതെ ഇബാദത്തിന് അർഹനുണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ, ഇബാദത്ത് ഉണ്ടാവണം, ആരാധന ഉണ്ടാവണം. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ തൗഹീദ് സ്വീകരിച്ചാൽ, ശരിയായി ഉറച്ചു നിന്നാൽ യാതൊരു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകാം.
അങ്ങനെ 70,000 ആളുകൾ, ഒരുപാട് ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്ത് പോകുന്നവരുണ്ട് എന്ന് പറഞ്ഞു. ആരായിരിക്കും അത്? സഹാബാക്കലാം ചർച്ച ചെയ്തു. അത് നമ്മൾ സഹാബികൾ തന്നെ ആയിരിക്കും അവരുടെ അഭിപ്രായം. അതല്ല, നമ്മൾ കൂടെ ശിർക്കിയതല്ലേ, നമ്മളെ കുട്ടികളായിരിക്കും, ഒരു തൗഹീദിൽ ജനിച്ചു പറഞ്ഞവരല്ലേ, തൗഹീദിൽ മരിച്ചുപോയത് അവരായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, അവരും അല്ല. പിന്നെ ആരായിരിക്കും? അപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് പോയ പുറത്തേക്ക് വരുന്നത്. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞ ആ 70,000 ആരായിരിക്കും എന്ന ചർച്ച. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അത് ആരാന്നറിയാമോ? ലാ യതതയ്യറൂൻ വലാ യക്തവൂൻ വലാ യസ്തഖൂൻ വലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ശകുനം നോക്കാത്തവരാണ്. ശകുനം നോക്കില്ല. ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ ആ പക്ഷികൾ പാടിയാൽ, പക്ഷികൾ കൊമ്പത്തിരുന്ന് പാടിയാൽ ലക്ഷണം നോക്കുക. അതാണ് ആ പക്ഷി പാടുന്നതിന് കേട്ടിട്ട് എന്റെ പ്രാവ് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് കുറുകയാണ്. ഇങ്ങനെ കുറുകണത് രണ്ട് ജില്ലയിൽ നിന്നിട്ട് പക്ഷികൾ മറപ്രാവുകൾ, ഒന്ന് ഗർഭിന്റെ ജില്ലയിലാണ്, ഒന്ന് ബാനിന്റേതാണ്. ലക്ഷണം പറഞ്ഞു. അതെ, ബാലിന്റേതാണല്ലോ, എന്റെ കാമുകി സൽമ ഞാൻ വിട്ടുപിരിഞ്ഞു കേട്ടോ, ഇല്ല. ലക്ഷണം പറയാം, പാവം കുടിയുടെ ലക്ഷണം. ഈ ജാതി കാക്കാരനാണ്, പ്രാവ് കുടിയാലും ഭൂമം കുടിയാലും ഈ ജാതി ലക്ഷണം പറയില്ല. അതാണ് ശേഷം നോക്കില്ല. ഇല്ല, ഒരയക്തവും ചൂട് വെക്കൂല. അവർ തീയോട് ചൂടും വെച്ചിട്ട് അവിടെ ഭൂതപ്പിശാചിക്ക് ഇറക്കി വിടാനല്ലോ ഹോമങ്ങളും മറ്റുമൊക്കെ. ഈ ജാതി അവർക്കില്ല. വലായസ്തർക്കൂൻ, അവർ മന്ത്രവാദികളെ തേടി പോവില്ല. അവർ മന്ത്രവാദികളെ തേടി പോവില്ല. മന്ത്രം ചികിത്സയില് പ്രാർത്ഥനയാണ് മന്ത്രം, നല്ല മന്ത്രം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, ആ മന്ത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്ലാസ് മാർഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവബലാക്കൽ ബാക്കിയൊന്നും പോലില്ല. അതേ അവസരത്തിൽ ഇപ്പോൾ മന്ത്രം എന്ന ശറയ്യായ മന്ത്രം പറഞ്ഞുകൊണ്ട് ശറയിലോടെ ഉണ്ടാക്കുകയാണ്. കേട്ടില്ലേ? ശറയ്യാന്നുണ്ട്. എന്തായി ശറയ്യായ മന്ത്രം എന്ന് പറഞ്ഞാൽ? ശറയ്യായ മന്ത്രം സഹാബത്തിന്റെ കാലത്ത് ഏതൊക്കെ ഉണ്ടായിരുന്നു? കേട്ടിട്ടുണ്ടോ? ശറയ്യല്ലാത്ത എന്താണ്? നമ്മൾ കച്ചവടം ശറയ്യല്ലേ? കൊപ്പര കച്ചവടം ചെയ്യാണ്, ശറയ്യ കച്ചവടല്ലേ? തിജാറ ശറയ്യല്ലേ? ഞാൻ മരുന്നത്തോടക്കാരന, ശറയ്യ മരുന്നല്ലേ? ശറയ്യ അനുഭവിച്ചതല്ലേ? യുവതിക്കാത്ത അനുഭവിച്ചു നോക്കുകയാണെങ്കിൽ എന്താ ഈ ശറയ്യായ മന്ത്രം എന്നാൽ? അല്ല, ഇവര് പുതിയ ശറ ഉണ്ടാക്കുകയാണ്. അതിന് ആയത്തുകൾ ഇങ്ങനെ ഊരിയൊക്കെ അതിന്റെ ഓരോന്ന് മന്ത്ര തീവ്രം നോക്കുമ്പോൾ ഒരു സന്യാസിയുടെ മന്ത്ര പെട്ടി ഇങ്ങനെ ഇറങ്ങാണ്. അത് പരസ്യം പറയാണ്, നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ ഭാഗ്യത്തിനും ഈ പെട്ടി മതി, വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചാൽ മതി. എന്റെ വില എന്താ? 2,999 രൂപ. എല്ലായി. ഇയാൾക്ക് അയാളെ വീട്ടിൽ വാങ്ങിച്ചാൽ മതി, പരസ്യം കൊടുത്ത ആളെ വിറ്റായാലും ഉണ്ടണം. അതില്ല. അപ്പൊ അത് ഈ പെട്ടി വാങ്ങാൻ ഉടനെ വരുന്ന വേറെ മൗലവി, അയാളെന്താ മന്ത്രം പറയുന്നറിയാമോ? അയാളിതാ മനാസിൽ ഈ പുസ്തകം, അതിൽ ഓരോന്നും പറയുന്നുണ്ട് ശരിയായ ഓരോരോ മന്ത്രങ്ങൾ. എന്താ? അപ്പൊ ഒരു പെണ്ണിന്റെ ചോദ്യം, എനിക്ക് രക്തസ്രാവുണ്ട്, ഈ രക്തസ്രാവനത്തിന് എന്താ വേണ്ടത്? ഉടനെ വന്നു. സ്രാവിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, അതിന് നിൽക്കാൻ വേണ്ടി ആ സമാവ് അത്രയുമായി യാറുള്ളവയും ആകാശമേ നിന്റെ മഴ നിർത്തിക്കളാ, ഭൂമിയിൽ നീ വെള്ളം ആണ് കുടിച്ചാക്കി. അപ്പൊ ആകാശത്തോട് മഴ നിർത്താനും ഭൂമിയോട് വെള്ളം കുടിക്കാനും നിർത്തത് അത് ഇവളുടെ രക്തസ്രാവം നിൽക്കാനും ഇപ്പൊ മന്ത്രിക്കാനാ പറയണത്. ആര് പറഞ്ഞു ഈ ആയത്തിനാണ്? വേറെ പെണ്ണിന്റെ ചോദ്യം, സുഖപ്രസവത്തിന് എന്താ വേണ്ടത്? ഉത്തരവെന്നോ, ഭൂമി കിടുകിടനെ വരച്ച് അതിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഇടുമ്പോൾ വെള്ള വയറ്റിലുള്ള പുറത്തേക്ക് ഇടാനുള്ള മന്ത്രാപ്പത്. നായാമ്പ് തൊഴിലൊരു കുണ്ടു മറിയത്തിൽ തൊഴിൽ കുള്ളി കാട്ടി ഹംലിൻ ഹംലാണ്, അതല്ലേ ഇതിനെ കാണാല്? അതെ, അയാൾക്ക് തോന്നിയത് അപ്പൊ അതാണ്. ഇങ്ങനെ ഓരോന്നും ആയത്ത് വായിച്ചു കൊടുക്കുകയാണ്. ആരെയാണ് ഈ ശറ ഉണ്ടാക്കിയത്? അല്ലഹും ശുറക്കാവ് ശറഉലഹും മിനദ്ദീൻ മാ ലം യഅ്ദൻ ബിഹില്ല. ഇവർക്ക് ഈ ജാതി ശരീക്കന്മാരുണ്ടോ? അവരിതാ അള്ളാന്റെ ദീനിൽ ഓന്റെ ഇഷ്ടപ്രകാരം ഓരോന്നുണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ജാതി അതേ അവസരത്തിൽ അള്ളാഹുവിടെ പ്രാർത്ഥിക്കണം. ആർക്കും പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നില്ല. ഈ ശറയിന്റെ മന്ത്രവാദം വന്നിട്ട് ശറയ്യായത് എങ്ങനെ? ജിന്നു കൂടിയതാണ് വിധിച്ച് മന്ത്രവാദി. ജിന്നിനെ വടിയെടുത്തിറക്കുക. ശറയിൽ ഒരു മനുഷ്യനെ താത്താ ജിന്നിന് കൊള്ളുന്ന ശറവ്. കാരണം മനുഷ്യനെ അടിച്ചാലേ തിരിച്ച് ഇങ്ങോട്ട് അടിക്കണമെന്നല്ലേ ശറയിൽ ക്രിസ്മസ്. അതല്ലാതെ അത് ഇന്നല്ല അടിച്ചത്, അത് ജിന്നിനെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബീസാനെ കൊല്ലാൻ വേണ്ടിയിട്ട് മന്ത്രവാദിയെ കൊണ്ടിട്ട് അടിച്ചോണ്ട് കൊന്നു. ഞാൻ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇത് നബീസാക്കോ ഞാൻ നബീസാൻ അടിച്ചല്ല, ഞാൻ ശൈത്താൻ അടിച്ചാന്ന് പറഞ്ഞാലോ അതാണ് ഷർഅ്. അപ്പൊ അതുകൊണ്ട് ഈ ജാതി അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. നമ്മൾ വലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തവക്കുലാക്കുന്നു. അങ്ങനെയുള്ള യഥാർത്ഥ തൗഹീദ് ലഭിച്ചാൽ ഈ ലോകത്തെ നമുക്ക് ശാന്തിയാണ്, സമാധാനമാണ്. ആ ശാന്തിയും സമാധാനത്തോടും നമുക്ക് ജീവിക്കാൻ കഴിയും, ഉറച്ചു നിൽക്കാൻ കഴിയും. ആരെയും ഭയപ്പെടേണ്ടതില്ല. അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. സത്യവിശ്വാസികൾ, ആ സത്യവിശ്വാസികൾ അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകുന്നു അള്ളാഹു ഓർത്തുകൊണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹു ഓർക്കുമ്പോഴേ മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രമല്ല ജീവിതമാകമാണ് മാറും. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇതിൽ വരുമ്പോൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുമ്പോൾ വാക്കിന് നിയന്ത്രണം, ചിന്തക്ക് നിയന്ത്രണം, പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം. കാരണം എല്ലാം ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ അദൃശ്യമായ നിലയ്ക്ക് ഭയപ്പെടുന്നു. ബശീറും മഗ്ഫിറത്തും അജ്റും കരീം, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, പാപമോചനമുണ്ട്. മറ്റൊന്ന് അതിന്റെ വിശേഷതാണ്, തൗഹീദ് സ്വീകരിച്ചാൽ ആഖിറത്തിൽ വിശ്വാസം ഉണ്ടാവും. അതല്ലെങ്കിൽ ആഖിറത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ. അല്ലാഹുവിനെ മാത്രം പറഞ്ഞാൽ പരലോകത്ത് വിശ്വാസമില്ലാത്ത ഹൃദയം അത് അറപ്പോട് കൂടി തള്ളിക്കളയും. കാരണം അവർക്ക് പരലോക വിശ്വാസമില്ല. അല്ലാഹു അല്ലാത്തവരും നേർച്ചയും വഴിപാടുമാക്കി ശിർക്ക് ചെയ്തവരില്ലേ? വൈലുൽ മുശ്രിക്കീന അല്ലദീന ലാ യൂതൂന സകാത്ത് വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങൾക്കാണ് ശിക്ഷ, അവർ പരലോകത്ത് വിശ്വാസമില്ലാത്തവരാണ്. ലാ യൂതൂന സകാത്ത്, സകാത്ത് കൊടുക്കൂല. ഫിത്ർ സക്കാത്ത് കൂടി കൊടുക്കാത്ത ഒരു ബദരീങ്ങൾ ആണ്ടിനുള്ള നേർച്ചത്തിന് കൊടുക്കാൻ വേണ്ടിയില്ലേ? പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് തന്നെ പരലോക വിശ്വാസമുള്ളവർക്ക് പടച്ചോണ്ടത് ഉത്തരം പറയും. നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാരൊക്കെ ആ ധാർമ്മിക ഉൾക്കൊണ്ടവരായിരുന്നു. ഞാൻ മൗലവി റഹ്മത്തുള്ളാഹിന്റെ സംഭവം ഓർക്കുകയാണ്. പൊന്നാനിയിൽ സെയ്ദ് മൗലവി ഇസ്ലാമിൻ സെയ്ദ് മൗലവി റഹ്മത്തുള്ളാഹി പ്രബോധന രംഗത്ത് അന്ന് ഞാനാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത് ദഅവത്തിന്റെ വകുപ്പിന്റെ. പക്ഷെ അവിടെ കടപ്പുറത്ത് വന്ന് ഒന്നായിട്ട് കയ്യേറി മൗലവിനെ കൊല്ലാൻ, പടക്കം മൗലവിന്റെ കഴുത്തിലിട്ട് പൊട്ടിക്കണം. ഷർട്ടും കൊണ്ടെല്ലാം വലിച്ചു കീറി, എല്ലാം വലിച്ചു കീറി. ഒരു രക്ഷയില്ല, ആരൊക്കെ തടുക്കാനില്ല. മൂന്ന് സ്നായി പിടിക്കാൻ ഗുടിയാരപ്പേരാ പരിപാടി സംഘടിപ്പിച്ചത്. അവസാനം അജി വന്നു, എന്തോ ഇമ്പിച്ചു പോവാ, സഖാവ് ഇമ്പിച്ചു വാദിയ വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ കണ്ണൂരിൽ പോയി എല്ലാം ആയിട്ട് അദ്ദേഹത്തെ കാരണം BTC തങ്ങൾ ആളുകൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഇതിപ്പോ ഒരു കോഡ് നല്ല ചാൻസ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ഒരു നേതാവാണല്ലോ. അദ്ദേഹം പറഞ്ഞു മൗലവിനോട്, മൗലവി നിങ്ങൾ വേഗം ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം, അതുകൊണ്ട് അതിന് വേണ്ടൊക്കെ ചെയ്യണം. മൗലവി പറഞ്ഞു എന്റെ ഷർട്ടൊക്കെ പോയിട്ടുണ്ട്, എന്റെ കുറിപ്പുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ശരീരത്തിനൊന്നും പറ്റിയില്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവ പറഞ്ഞു അതല്ല മതി, കേസിന് അങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ കുറച്ച് ചിലവ് കളവ് പറയുന്ന കേസ് ഉണ്ടാവില്ല. മൗലവി പറഞ്ഞു ഞാൻ കളവ് അറിയില്ല എന്ന് പറഞ്ഞു. കളവ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. വേഗം എനിക്ക് അടിയാളെ കൊണ്ട് വേഗം വീട്ടുകൊണ്ടായിക്കളെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മനോരമയിൽ രണ്ടുപേര് മുജാഹിദ് സ്റ്റേജ് കൈവരുന്നുണ്ടപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചു, പത്രത്തിൽ കണ്ട വേറെ മൗലവി വീട്ടിൽ വന്നൊക്കെ ചോദിച്ചു, സംഗതിയൊക്കെ അറിഞ്ഞു. ഞാൻ എനിക്ക് ആദ്യ പ്രശ്നം ഞാൻ സെക്രട്ടറി ഹാജർക്ക് വിളിച്ചു, ഇതാകും പൊന്നാനിക്കെല്ലാം പറഞ്ഞു, എവിടേക്കതിലൊന്നുമില്ല. ഞാൻ സഖാ ഇടിച്ചു പോകാൻ വീട്ടിലേക്ക് ചെന്നു. ഒരു പരിചയം എന്നാൽ ആദ്യം പരിചയപ്പെടാണ്. ഇങ്ങനെ ചെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഒരു പടച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കാം, ഈ ആര്യസമാജക്കാർക്ക് ഒരുപാട് പടച്ചോണ്ടൊന്നും പ്രസംഗിക്കാം, ഞങ്ങൾക്ക് ഒറ്റ പടച്ചോണ്ടൊന്നും പ്രസംഗിക്കാൻ പാടില്ല, നിങ്ങളുടെ പൊന്നാനിയിലൊന്നും ചോദിച്ചു തന്നു. നിങ്ങൾ പറയുന്ന കാര്യം തന്നെ ഇവർ പിന്നെ പറഞ്ഞ അതാണ് സംസാരിക്കേണ്ടത്. ഞാൻ ചരിത്രത്തിൽ സത്യസന്ധന്മാരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളിടയിലായി ജീവിച്ചിരിക്കുന്നു എനിക്ക് എന്തായാലും മനസ്സിലായി എന്ന് പറഞ്ഞു. അതെന്തേ? ഞാൻ അയാളോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ കളവ് പറയില്ല എന്ന് പറഞ്ഞു. കാരണം കേസിന് വേണ്ടി കളവ് പറയണ്ടേ, കോടതിയിൽ കളവ് പറയണ്ടേ, ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. അതാണ് തൗഹീദിന്റെ, തൗഹീദ് പ്രസംഗിക്കുന്നവർക്കുള്ള ജീവിതത്തിലെ മാറ്റം. ആ മാറ്റം നമ്മിലൊക്കെ ഉണ്ടാവണം. കോടതിയിലായാലും പാടില്ല, വേറെ എവിടെയായാലും പാടില്ല, പണ്ട് ഉമ്മറുണ്ടായാലും പാടില്ല, പ്രസംഗ പീഠത്തിനായാലും പാടില്ല. കളവ് പറയുന്ന സഭ അവിടെ വന്നാൽ അതൊക്കെ ഉണ്ടായോ എല്ലാവരും അമർത്തക്കുള്ള സത്യവിശ്വാസിയുടെ അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക. സത്യസന്ധന്മാരുടെ കൂട്ടത്തിലായി തീരുക നിങ്ങൾ. അങ്ങനെയുള്ള സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ തൗഹീദ് സ്വീകരിച്ച വഹീദുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് ഈ പൂർവന്മാർ ഈ തുറന്നു വന്ന കേരളത്തില് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പൂർവന്മാർ അതേ മാർഗം മുന്നോട്ട് പോകുന്ന നമുക്ക് അവർക്കും നമുക്കുമെല്ലാം അള്ളാഹു പുറത്തുകൊടുക്കുകയും നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് ചെയ്യുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين 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 برحمتك يا أرحم الراحمين وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله.